بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله، ما لكم من ملجأ يومئذ وما لكم من نكير. فإن أعرضوا فما أرسلناك عليهم حفيظا، إن عليك إلا البلاغ. إنا إذا أذقنا الإنسان منا رحمة فرح بها، وإن سيئة بما قدمت أيديهم فإن الإنسان كفور. لله ملك السماوات والأرض، يخلق ما يشاء، يهب لمن يشاء إناثا ويهب لمن يشاء الذكور، أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما، إنه عليم قدير. وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء، إنه علي حكيم. وكذلك أوحينا إليك روحا من أمرنا، ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا، وإنك لتهدي إلى صراط مستقيم. صراط الله الذي له ما في السماوات وما في الأرض، ألا إلى الله تصير الأمور. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. الولد في الدنيا نور وفي الآخرة سرور، صدق شفيعنا رسول الله صلى الله عليه وسلم. بنور رسول الله أشرقت الدنا، ففي نوره كل يجيء ويذهب، براه جلال الحق للخلق رحمة، ففي بده كل الورى يتقلب. بدا مجده من قبل نشأة آدم، فأسماؤه في العرش من قبل تكتب، بمبعاثه كل النبيين بشرت، فما مرسل إلا له كان يخطب. صلاة وتسليم وأزكى تحيتي
على المصطفى المختار خير البرية. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച സൂറത്തു ശൂറ ഇന്നോദിയ ആയത്തുകൾ ഹ്രസ്വമായി ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ ആളുകളിൽ ഇരുലോകത്തും അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഅ്മിനീങ്ങളെയും ചേർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ വലിയൊരു വാഗ്ദാനം, വലിയൊരു താക്കീതും ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് നാം. വാഗ്ദത്വം ആരും മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് നല്ല മനസ്സോടെ ഐക്യപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് തുല്യതയില്ലാത്ത, നിർവചിക്കാൻ കഴിയാത്ത കൂലി അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫഅജ്റുഹു അലല്ലാഹ്. അല്ലാഹു ഏറ്റെടുത്ത കൂലി ആർക്കും നിർണയിക്കാനോ നിർവചിക്കാനോ കഴിയില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള പിണക്കത്തിൽ ഭാര്യക്കും മക്കൾക്കും ചെലവ് കിട്ടുന്നില്ല എന്ന ഒരു പരാതി ഇന്ന് സദസ്സിന്റെ തുടക്കത്തിൽ കിട്ടിയതുകൊണ്ട് ഒറ്റവാക്കിൽ അതുകൂടി ചേർത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ ആയത്തുകളിലേക്ക് കടക്കും. ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്. ഭാര്യയായിരിക്കുന്ന കാലത്തോളം റജഈയായ ത്വലാഖ് ചൊല്ലപ്പെട്ട് ഇദ്ദയുടെ കാലം കഴിയാതെ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് ഭർത്താവിന്. ആര് പിണങ്ങിയാലും പിണങ്ങിയിട്ടില്ലെങ്കിലും ഭാര്യയും മക്കളും എപ്പോഴും ചെലവ് കൊടുക്കൽ നിർബന്ധമായ, ഏറ്റവും അധികം ബാധ്യതയുള്ള, കൊടുക്കുന്നത് കൊണ്ട് അല്ലാഹു തആല ഏറ്റവും അധികം പ്രതിഫലം തരുന്ന ചെലവ് ഒന്നിന്റെ പേരിലും ആരും മുടക്കരുത്. അവരോടുള്ള ഹക്കിൽപ്പെട്ടതാണ് അവർക്ക് നല്ല വിധം ചെലവഴിക്കുക എന്നത്. അതിനും മനസ്സ് പാകപ്പെടുത്തി അപ്പുറത്ത് പിണങ്ങി നിൽക്കുന്ന സഹോദരനോട് പിണക്കം മാറ്റി അല്പം താഴ്ന്നു കൊടുത്താലും വേണ്ടിയില്ല, ദുനിയാവിൽ പലരും അങ്ങനെ വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാലും സാരമില്ല, അതൊന്നും പ്രശ്നമാക്കാതെ മനസ്സ് നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് വിചാരിച്ച്, ഇനി പൂർണ്ണമായും തെറ്റ് മറ്റൊരാളെ ഭാഗത്താണെങ്കിലും ഹ്രസ്വകാല ജീവിതത്തിൽ ഞാൻ ഒരു വാശിയിലും വക്കാണത്തിലും നിൽക്കുന്നില്ല എന്നൊരു ഇഖ്ലാസുള്ള മനസ്ഥിതിയോടെ മിണ്ടിപ്പറഞ്ഞ് നന്നായി മരിക്കുമ്പോ ആ പിണക്കം മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടപ്പാട് ആർക്കും വരാത്ത വിധം സുൽഹിലായി നമ്മളെല്ലാവരും വർത്തിക്കണം.
സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങൾ വന്നേക്കും, ദുനിയാവാണല്ലോ. പക്ഷേ അവിടെ സുൽഹിന്റെ മാർഗം സ്വീകരിക്കാനുള്ള മനസ്ഥിതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിച്ചിരുന്ന മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി വീട്ടിലുണ്ടായിരിക്കെ യഹൂദികൾ വന്ന് സലാം പറഞ്ഞ സംഭവം കാണാം ഹദീസുകളിൽ. അവരെങ്ങനെയാണ് സലാം പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ വാക്ക് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നൊരു വാക്കാണ്. ദുരന്തം, മരണം, അപകടം എന്ന അർത്ഥം കുറിക്കുന്ന അസ്സാമു അലൈക്കും അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ അവർക്ക് കേൾക്കുന്ന രൂപത്തിലും മനസ്സിലാകുന്ന രൂപത്തിലും തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് വഅലൈക്കും എന്ന്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ അവിടുത്തെയോടുള്ള മഹബത്ത് കൊണ്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളിൽ നിന്ന് അവര് പറഞ്ഞ അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിച്ചത് നീ അങ്ങനെ പറയരുത് ആയിഷ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവര് പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് വേണ്ട മറുപടി വേണ്ട വിധം ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തിലും വ്യക്തമായി. നീ ആ പറഞ്ഞതുപോലെ പറയാതെ അവരവരെ വഴിക്ക് വിട്ടേക്ക്. അതെന്തിനാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടല്ല, ഒരു സുൽഹിന്റെ മാർഗം സ്വീകരിച്ചു. ഈ കടന്നു വന്ന ആളുകൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഴിയൊരുക്കണം. അതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട് മറ്റൊരാൾക്കും ഒരു ദുൽമും വരാത്ത വിധം ജീവിക്കണം. അതിനാണ് അള്ളാഹു നമുക്ക് വലിയ വാഗ്ദാനം ചെയ്തത്. അള്ളാഹു താക്കീതും ചെയ്തു. രണ്ടും താക്കീതിൽ വളരെ കടുപ്പമേറിയ ഭാഷയിൽ അള്ളാഹു പറഞ്ഞു. ഈ വിധം ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടും ശരിയായ റൂട്ടിലൂടെ നീങ്ങാതെ വഴിതെറ്റി സഞ്ചരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് യാതൊരു സഹായവും സംരക്ഷണവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞു. ശരിയായ നസീഹത്ത് ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ട് അതൊക്കെ ഒരു വെറുമ്പാക്കായി കേട്ട് അന്നത്തെ ആ ഒരു രാത്രി പോലും അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ തള്ളിക്കളഞ്ഞ് വലിയ താക്കീതാണ് അള്ളാഹു ചെയ്തത്. ഇന്നലെ നാം അവസാനം മോദി ആയത്തതാണ്. അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞു, ഈ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടും ശരിയായ റൂട്ടിൽ വരാതെ വ്യതിചലിക്കുന്ന ആളുകൾക്ക് അവർക്ക് പിന്നൊരു രക്ഷാമാർഗവുമില്ല. ആ ഒരു താക്കീതിൽ മെമ്പർമാരായ ആളുകളായി മാറാതെ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കണം. എന്നിട്ട് അവസാനം സൂറത്തു ശൂറയിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇസ്തജീബൂ ലി റബ്ബിക്കും. നമ്മളോടൊരു വലിയ നിർദ്ദേശം, ഇസ്തജീബൂ ലി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഉത്തരം ചെയ്യുവീൻ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിനം വരുന്നതിന്റെ മുമ്പ്, ലാ മറദ്ദ ലഹു മിനല്ലാഹ്, ആ ദിവസം വന്നാൽ അല്ലാഹു എടുക്കുന്ന തീരുമാനം മടക്കിവിടാൻ, അല്ലാഹു എടുക്കുന്ന തീരുമാനം തിരുത്താൻ ആർക്കും സാധ്യമല്ല. അല്ലാഹു തീരുമാനിച്ചത് ഒരു നിലക്കും തിരുത്തുകയുമില്ല. ലാ യറുദ്ദുഹുല്ലാഹു ബഅദമാ ഹകമ ബിഹി, അല്ലാഹു എന്താണോ വിധിച്ചത് ആ വിധിച്ചത് റദ്ദ് ചെയ്യൂല. ഒരാളും തിരിച്ചയക്കൂല, ഒരാളും മടക്കി വിടൂല. അങ്ങനത്തെ ഒരു ദിവസം വരുന്നതിന്റെ മുമ്പ് അനുസരിക്കാൻ പറഞ്ഞത് അനുസരിക്കുക, സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കുക. എല്ലാവരോടുമുള്ള കൽപ്പനയാണ്, സത്യനിഷേധികളോടല്ല ഇത്.
എല്ലാവരോടും, വിശ്വസിക്കാത്തവരോട് വിശ്വസിക്കാനും അനുസരിക്കാത്തവരോട് അനുസരിക്കാനും ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. ഈ സൂറയിലൂടെ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. സ്വീകരിക്കൂ ജനങ്ങളെ, വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും നിങ്ങളെ ക്ഷണിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ലിസാനിലൂടെ അല്ലാഹു തആല വിളിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. ഒരിക്കലും അല്ലാഹു തആല കണക്കാക്കിയത് ആ സമയം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വീകരിക്കണം. ഏതാണ് ആ ദിവസം? ഖുർആൻ പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യൗമു ഉറൂദിൽ മൗത്ത്, മരണം വരുന്ന ദിവസം. പിന്നെ തിരുത്താൻ കഴിയില്ല, പിന്നെ മടങ്ങാനും കഴിയില്ല, അതിനു മുമ്പ് സ്വീകരിക്കണം. രണ്ടാമത്തെ അഭിപ്രായം യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് തിരുത്താൻ കഴിയൂല. ആ ദിവസത്തെ പറ്റി അല്ലാഹു ഇവിടെ വിശേഷിപ്പിച്ചത് ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് തീരുമാനം മാറ്റാത്ത ഒരു ദിവസം. എന്താണോ അല്ലാഹു തീരുമാനിച്ചു വെച്ചത് അതങ്ങനെ തന്നെ നടപ്പിലാക്കും. അന്ന് ഒരു പക്ഷേ മടങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കും. മാലക്കും മിൻ മൽജഇ യൗമഇദ്, അന്നേരം മടങ്ങാൻ ഒരു പഴുതും നിങ്ങൾ കാണുകയില്ല, ഓടിപ്പോകാൻ ഒരു കേന്ദ്രവും നിങ്ങൾക്ക് ലഭിക്കില്ല. വമാലക്കും മിൻ നകീർ, ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തെ തിരുത്താനോ നിങ്ങളുടെ റിക്കാർഡുകൾ വായിക്കുമ്പോൾ അതിനെ നിരാകരിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. നിന്നോട് ഞാൻ അനുസരിക്കാൻ പറഞ്ഞില്ലേ? എന്റെ ഉപദേശം ശരിയാവണ്ണം നിന്റെ കാതിലേക്ക് എത്തിയില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് തിരുത്തിയില്ല? ഇല്ലെന്ന് പറയാൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അവയവങ്ങൾ സാക്ഷി നിൽക്കും. ഏടുകളിൽ നീതിമാന്മാരായ മലക്കുകൾ എഴുതി വച്ചിട്ടുണ്ട്, അവരത് തുറന്നു വായിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു കോർട്ടിൽ നമുക്കൊരു കേസ് വന്നാൽ ഒരുപക്ഷെ കേരളത്തിലുള്ളവർ അറിഞ്ഞേക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ അറിഞ്ഞേക്കും, അല്ലെങ്കിൽ പുറം രാഷ്ട്രങ്ങളിൽ നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാഷ അറിയുന്ന ആരെങ്കിലും അറിഞ്ഞേക്കും. അവിടെ അങ്ങനെയല്ല, എല്ലാവരെയും പരസ്യമായി അറിയിക്കുന്നൊരു സ്വഭാവം മലക്കുകളുടെ വായന അങ്ങനെയാണ്. അവരത് വായിക്കുമ്പോൾ തിരുത്താനോ പ്രതിഷേധിക്കാനോ കഴിയില്ല. ആ ഒരു ദിനം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിന്റെ ഉത്തരവ് സ്വീകരിക്കണം, അവന്റെ നിയമം സ്വീകരിക്കണം. ഇവിടെ വലിയ ഒരു വിഷയമാണ് ആ ദിവസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. രക്ഷപ്പെടാനൊരു പഴുതില്ലാത്ത ദിവസം, മരണ ദിവസവും അങ്ങനെ തന്നെയാണ്. ഓടി ഒളിക്കാൻ മനുഷ്യന് കഴിയില്ല, മരണത്തെ കീഴ്പ്പെടുത്താനും മനുഷ്യന് കഴിയില്ല. മരണം വന്നെത്തുമ്പോൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നിന്നുകൊടുക്കാനും കീഴ്പ്പെടാനും മാത്രമേ സാധിക്കുകയുള്ളൂ. മരണം വരുമ്പോൾ 2 ദിവസത്തേക്കൊന്ന് അവധി വാങ്ങാനും കഴിയില്ല. കറക്റ്റായ ടൈം വരുമ്പോൾ നടക്കുന്നൊരു സംഗതിയാണ്. ഒരിക്കലും ഒരു 5 മിനിറ്റ് ആഗ്രഹിച്ചാൽ പോലും, 1 മിനിറ്റ് ഞാനൊരാളെ കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ പോലും, അതേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈലിൽ മെസ്സേജ് അങ്ങ് ഷെയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പോലും 1 മിനിറ്റ് പോലും നിനക്ക് മാറ്റം തരാത്ത ഒരു ദിനം, അത് വരുന്നതിന്റെ മുമ്പ് നീ മടങ്ങണം. ഒരുപാട് ഉപദേശങ്ങൾ ഈ സൂറയിലൂടെ കേട്ടു. എല്ലാ ദിവസങ്ങളും നമ്മളോട് വാണിംഗ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 ദിവസങ്ങളിലും വിശുദ്ധ ഖുർആനാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം. ഖുർആനും പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലൂടെ ഈ ദുനിയാവിൽ ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തെ സംബന്ധിച്ചും നമുക്ക് അല്ലാഹു തന്ന കൃഷിയിൽ പുരോഗതിപ്പെടുത്തേണ്ട അനിവാര്യതയെ പറ്റിയും
അത് കഴിഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവിടുത്തെ കുടുംബം, ആ കുടുംബത്തെ സ്നേഹിക്കുന്നതിനും നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ ബന്ധം നിലനിർത്തുന്നതിനും, അത് കഴിഞ്ഞ ശേഷം വിശ്വാസികളുടെ അടയാളങ്ങൾ 5 എണ്ണിപ്പറഞ്ഞു. ഇന്നലെ പ്രതികാരവും വിട്ടുവീഴ്ചയും തമ്മിലുള്ള അന്തരവും വിശദീകരിച്ചു. ഇന്ന് അവസാനം പറയുന്നു, ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. തീരുമാനം തിരുത്താത്ത ഒരു ദിവസം വരുന്നതിന്റെ മുമ്പ്, നിശ്ചയിച്ചത് മടക്കി വേറെ ഒന്ന് നിശ്ചയിക്കാത്ത ദിനം വരുന്നതിന്റെ മുമ്പ്, ഇസ്തജീബൂ ലിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് ഉത്തരം ചെയ്യുക, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക, അംഗീകരിക്കുക. രണ്ടാമത് പറഞ്ഞതാ ദിവസത്തിന്റെ വിശേഷണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു എത്ര വിശദമായിട്ടാ പറയുന്നത് എന്നറിയോ? വമാലക്കും മിൻ നകീർ, നിങ്ങൾക്കൊരു നിലക്കും പ്രതിഷേധിക്കാനോ നിഷേധിക്കാനോ പറ്റാത്ത ഒരു സന്ദർഭം. ഏതെങ്കിലും ഒരാൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമോ? ആരും വരില്ല. ആര് പ്രതിഷേധിക്കാനാണ് ഖിയാമത്ത് നാളിൽ? ഏതാളാണ് അവിടെ ഒരുമിച്ച് കൂടാത്തത്? ഏതെങ്കിലും ഒരുത്തന് പ്രതിഷേധത്തിന്റെ എന്തെങ്കിലും ഒരു തരി വർത്തമാനം അള്ളാഹുവിന്റെ തീരുമാനത്തെ പറ്റി പറയാനൊക്കുമോ? ശിക്ഷാമുറയുമായി ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന സബാനിയത്തിനെയും നോക്കി അമ്പേ പരാജയപ്പെട്ടിരിക്കുന്ന സത്യനിഷേധികളും വിശ്വാസികളിലെ ഒരു വിഭാഗവും ആരോട് എന്തു പറയാനാണ്? എവിടുന്ന് തിരുത്താനാണ്? വമാലക്കും മിൻ നകീർ ലാ തഖ്ദിറൂന അൻ തുൻകിറൂ ശൈഅൻ മിമ്മ ഖതറഫ്തുമൂഹു മിനൽ അഅമാൽ. ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളിൽ ഒന്നിനെയും നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളെ കൊണ്ട് പഴുതടച്ചുപോയി. ഗൗരവമുള്ള 2 സിഫത്തുകളാണ് ആ ദിവസത്തെ പറ്റി പറഞ്ഞത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ തന്നെ ഒരു ചെറിയ ചോദ്യം ചെയ്യലിൽ മനുഷ്യൻ വീർപ്പുമുട്ടി വീഴുകയാണ്, അബോധാവസ്ഥയിലായി വീഴുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാവരും കേട്ട ഒരു വിധിയുണ്ട്. കുറെ കാലം പോക്കിരിയായി നടന്ന ഒരാളെ, ഒരുപാട് അനാവശ്യങ്ങൾക്കും മറ്റും നേതൃത്വം കൊടുത്ത വലിയൊരാളെ കോടതി 20 വർഷത്തേക്ക് തടവ് ശിക്ഷിച്ചപ്പോൾ അയാൾ ബോധരഹിതനായി വീണുപോയി. ഇന്നും അയാൾ അറസ്റ്റിലാണ്, ജയിലിലാണ്. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഒതുങ്ങുന്നതല്ല. എല്ലാ കാലത്തേക്കും ഇനി ഒരറ്റമില്ലാത്ത തീരുമാനം വരുമ്പോ, ശിക്ഷാവിധി വരുമ്പോൾ അവിടെ ഒരു പുതിയ ഫയൽ കൊണ്ടുപോയി രക്ഷപ്പെടാനുള്ള പഴുത് ലഭിക്കില്ല. അതുകൊണ്ട് സ്വീകരിക്കാനുള്ളത് ഇവിടുന്ന് സ്വീകരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു, ഫഇൻ അഅറദൂ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. തങ്ങൾ ഓതിക്കൊടുത്ത ഉപദേശം ചെവി കൊള്ളാതെ ശിരസാവഹിക്കാതെ അവർ പിന്തിരിയുകയാണെങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, സദാസമയവും അവരെ നിരീക്ഷിക്കുന്ന ആളായി തങ്ങളെ നാം അയച്ചിട്ടില്ല. തങ്ങൾക്കൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ബാധ്യത മാത്രമാണ്. അവിടുത്തെ ഇൽമ് കൈമാറി വരുന്ന ഉലമായിനും അതേ ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ. സർവ വിഷയങ്ങളും ഉലമാക്കൾ എഴുതി രേഖപ്പെടുത്തി കഠിനാധ്വാനം ചെയ്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നിട്ടും വാഹനത്തിലും പോയി ഉറക്കും ഊണും നഷ്ടപ്പെടുത്തിയിട്ട് വലിയ വലിയ ഇമാമുകൾ വിധികൾ എഴുതി വെച്ചു. എന്തിന്? അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ടാണോ? അല്ല, ഉത്തരവാദിത്വം അവർ നിർവഹിച്ചതാണ്. എന്താണ് അവരുടെയും ഉത്തരവാദിത്വം? അൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമേ തങ്ങൾക്കുള്ളൂ. തങ്ങളത് നിർവഹിച്ചല്ലോ. അതുകൊണ്ട് നബിയെ വിഷമം വേണ്ട, സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞതാണ്, സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ ഞാൻ നോക്കിക്കൊള്ളും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു,
അവരിപ്പോഴും ദുനിയാവിലെ വിജയവും ദുനിയാവിലെ ലക്ഷ്യവും കണ്ട് ജീവിക്കുന്നു. സത്യത്തെ അംഗീകരിക്കാനും സത്യം അംഗീകരിച്ചുകൊണ്ട് കിബ്ർ ഒഴിവാക്കി അനാവശ്യം ഒഴിവാക്കി ശരിയായ മാർഗത്തിലേക്ക് വരാതെ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് നബിയെ ദുനിയാവ് അവരിൽ അത്രയും കൂടുതൽ താഴ്ന്നു പോയിട്ടുണ്ട്. മുസ്ലിങ്ങളിലും ഒരു വിഭാഗമുണ്ട്, ദുനിയാവുണ്ട് ദീനില്ല. ദുനിയാവ് നന്നായി ഉണ്ട്, പക്ഷേ ദീനില്ല, വിശ്വാസമില്ല, ആരാധനയില്ല, അനുസരണമില്ല. അവനവന് എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നുന്ന ക്രിയകൾ മാത്രം ചെയ്യും. ബാക്കിയുള്ളതിലോ ഒരു വേണ്ട എന്നൊരു മനസ്സാണ്. അങ്ങനെ ഒരു തലമുറയെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഈ ദുനിയാവിൽ നിന്ന് ചെറിയൊരു അനുഗ്രഹമേ നമ്മൾക്ക് അവർക്ക് കൊടുത്തിട്ടുള്ളൂ. മനുഷ്യന് നാം ചെറിയൊരു അനുഗ്രഹം ആസ്വദിപ്പിച്ചപ്പോഴേക്ക് ഫരിഹ ബിഹാ, അവൻ പരിധി വിട്ട് സന്തോഷിച്ചു. വനിഅമുല്ലാഹി ഫിദ്ദുനിയാ, ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര കൂടുതലായി തോന്നുന്നുണ്ടെങ്കിലും ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇമാം റാസി തങ്ങൾ പറയുന്നു, ഖൽ ഖുത്റതി ബിന്നിസ്ബതി ഇലൽ ബഹരി, സമുദ്രത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു തുള്ളി പോലെയാണ്. ഇവിടെ നീ കാണുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എന്നൊരു ധാരണയാണെങ്കിൽ ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ കടലിലെ ഒരു തുള്ളിയാണ്, ഒരു വെള്ളത്തുള്ളി പോലെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് അദഖ്ന, നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു, രുചി നോക്കാൻ കൊടുത്തു. എന്തല്ല, അവകാശത്തിന് കൊടുത്തതല്ല. ആർക്കും ഇല്ലല്ലോ അവകാശം, എല്ലാരും പോകൂലേ. എല്ലാവർക്കും അള്ളാഹു തന്നത് രുചി നോക്കാനാണ്. അത് കുറച്ചു കാലം അങ്ങനെ നിന്ന് രുചി നോക്കും, പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അടുത്ത ആള് രുചി നോക്കും, അവരത് കഴിഞ്ഞാൽ അവരതും കഴിഞ്ഞു. അടുത്ത ആള് നോക്കും, അവരതും കഴിഞ്ഞു. അവസാനം ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ, ഭൂമിയെയും ഭൂമിയിലുള്ള സർവസ്വത്തെയും നാം അനന്തരമെടുക്കും. വേറെ ആരും എടുക്കൂല. അനന്തരം നമുക്ക് മാത്രം, അള്ളാഹുവിന് മാത്രം. വേറെ ആരാണ് ഇവിടെ അധിപനായിട്ട്, അവകാശിയായിട്ട് ആരാണുള്ളത്? അതുകൊണ്ട് ചെറിയൊരു അനുഗ്രഹം, അതാ നമ്മൾ ഈ കാണുന്നതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ നിന്നൊരു ചെറുത്. അത് മനുഷ്യനൊന്ന് രുചിക്കാൻ കൊടുത്തപ്പോഴേക്ക് ഫരിഹ ബിഹാ, അവൻ പരിധി വിട്ടു, സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന സന്തോഷത്തിന് ഫരിഹ എന്ന് പറയൂല, അഹങ്കാരത്തിന്റെ സന്തോഷം. ഫരിഹ ബിഹാ, അവൻ സന്തോഷിക്കുന്നു. കിബ്ർ വരുന്നു, ഉജ്ബ് വരുന്നു. അവൻ ധരിക്കുന്നു അന്നഹു ഫാസ ബികുല്ലിൽ മുനാ, എല്ലാ ലക്ഷ്യവും നേടിയെന്നാണ് അവൻ മതിയെന്ന്. എല്ലാം കിട്ടി, നമ്മൾ ഉദ്ദേശിച്ചത് മൊത്തം കിട്ടി, ഇന്നും ബാക്കിയില്ല. അങ്ങനെ വിശ്വാസ ദൗർബല്യം സംഭവിച്ച ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾ നോക്കുക, ഹാദിഹി ത്വരീഖത്തു മൻ യളഅഫു ഇത്തിഖാദുഹു ഫീ സഅദാത്തിൽ ആഖിറ. ഇതാരുടെ ധാരണയാണെന്നറിയോ? സത്യനിഷേധികളുടേത് മാത്രമായി കരുതരുത്. വിശ്വാസ ദൗർബല്യം അനുഭവിക്കുന്ന മുസ്ലിമിനും ഈ ഒരു അവസ്ഥയുണ്ട്. ആഖിറത്തിന്റെ വിജയത്തിലേക്ക് നോക്കിയിട്ട് അവന്റെ വിശ്വാസം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ കിട്ടിയത് കൊണ്ട് അവൻ കരുതുന്നതൊക്കെ കിട്ടിയെന്നാണ്. പിന്നെയോ വഹാദിഹി ത്വരീഖത്തു മുഖാലിഫത്തുൽ ലിത്വരീഖിൽ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ പാതയോട് ഇത് എതിരാണ്. അല്ലദീ, എങ്ങനത്തെ മുഅ്മിനാണ്? ലാ യഉദ്ദു നിഅമദ് ദുനിയാ ഇല്ലാ കൽ വുസ്ലതി ഇലാ നിഅമിൽ ആഖിറ. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ആഖിറത്തിലേക്കുള്ളൊരു വുസ്ലയാണ്, ഒരു കണക്ഷൻ. ആഖിറത്തിലേക്ക് പോകാനുള്ള ചെറിയൊരു കണക്ഷൻ അല്ലാഹു തന്നതാണ്. ആ തന്നതിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് അധ്വാനിച്ച് പാകത്തിന് സുഖിച്ച് പാകത്തിന് വിശ്രമിച്ച് പാകത്തിന് വേണ്ടതൊക്കെ മര്യാദയോടെ എടുത്ത് അധ്വാനവും പരിശ്രമവുമായിട്ട് നീങ്ങാൻ അല്ലാഹു തന്ന ചെറിയൊരു മാധ്യമമാണ്. ഇവിടെ ധിക്കരിക്കാൻ വേണ്ടി തന്നതല്ല, അഹങ്കരിക്കാൻ വേണ്ടി തന്നതല്ല, പവറും പത്രാസും പറയാൻ തന്നതല്ല. നാലാളെ കിട്ടുമ്പോൾ നിന്റെയും നിന്റെ മക്കളുടെയും പേരമക്കളുടെയും നിന്റെ കുടുംബത്തിലെ ജ്യേഷ്ഠാഞ്ചന്മാരുടെയും ജീവിതത്തിലെ പർവ്വതീകരിച്ച വിശാലത വിശദീകരിക്കാനോ വിളമ്പാനോ തന്നതല്ല.
അങ്ങനെ നീ എങ്ങ് മേലോട്ടും പറയും ബാപ്പാക്ക്, വല്യാപ്പാക്ക്. അതിന്റെ വല്യാപ്പാക്ക് ഈ നാട് മുഴുവനും അതിന്റെ വല്യാപ്പാൻ്റെതായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആർക്കാണ് ഇപ്പൊ ആ വല്യാപ്പാക്ക് എന്തേ കിട്ടിയെന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. പക്ഷേ ആരും അങ്ങനെ ചോദിക്കൂല. അങ്ങനെ ചർച്ച അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ മൊത്തം വല്യപ്പ കൊടുത്തതാണ്. അവിടെ കുറച്ച് കൊടുത്തു, ആദ്യം 100 ഏക്കർ, പിന്നെ മറ്റേടത്ത് കൊടുത്തു ഒരു 500 ഏക്കർ. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ കിടക്കുന്നുണ്ട് ബാക്കി. ഇതൊക്കെ ഒരു പറയാനല്ലേ ഉപകരിക്കുകയുള്ളൂ. പക്ഷേ നീ അതുകൊണ്ട് എന്ത് നേടി? അതുകൊണ്ട് ഈ മനുഷ്യൻ ഇത് പറയുന്നത് കൊണ്ട് അവന്റെ ലക്ഷ്യം എന്താണ്? ദുനിയാവ് കിട്ടേണ്ടതുപോലെ ഉദ്ദേശിച്ചതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട്. പരിഹബിഹാ. ഇനി ആ മനുഷ്യന്റെ സ്വഭാവം കണ്ടോ? വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, എന്തെങ്കിലും ഒരു രോഗമോ ഒരു വിഷമമോ ഒരു ദാരിദ്ര്യമോ സംഭവിച്ചു പോയാൽ, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ പ്രവർത്തന ഫലമായിട്ട് അവര് ചെയ്ത എന്തെങ്കിലും ദോഷം കാരണമായിട്ട്, കൽമറലി വൽ ഫഖരി വഗൈരിഹിമാ, വിഷമകരമായ എന്തെങ്കിലും വന്നാൽ, ഫഇന്നൽ ഇൻസാന കഫൂർ, മനുഷ്യൻ കിട്ടിയ അനുഗ്രഹങ്ങളെ മൊത്തം നിഷേധിക്കും. ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറയാരെങ്കിലും ചോദിക്കും. ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ കിട്ടിയ കണക്ക് ഒരുപാടുണ്ട്. അത് ചോദിക്കുന്ന ആൾക്കും അറിയും, ചോദ്യം കേൾക്കുന്ന ആർക്കും അറിയാം, എല്ലാവർക്കും അറിയും. പക്ഷെ അവനത് സമ്മതിക്കൂല. ചെറുത്. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവിടെ ചില ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, ശരിയായ നിലക്ക് മനുഷ്യനെ അല്ലാഹു തആല രുചിപ്പിച്ച ഈ റഹ്മത്ത് കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിൽ ചിന്തിച്ച് നല്ലോണം അനുസരിക്കേണ്ടതിന് പകരം ഒക്കെ കിട്ടിയെന്ന് കരുതി ഇങ്ങനെ സമാധാനിക്കുമ്പോ ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് എനിക്ക് കിട്ടിയതൊന്നും റെഡിയായിട്ടില്ല എന്നുള്ള ചിന്ത കൊണ്ട്, ടെൻഷൻ കൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും അവർ പേരെഴുതി വെച്ച അവരുടെ സമ്പാദ്യങ്ങൾ പലതും അതേ പേരിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഫൈനൽ ഇൻസാന കഫൂർ, മനുഷ്യന് തോന്നി എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എത്ര സഹോദരിമാരെ സഹോദരങ്ങളും സഹോദരന്മാരെ സഹോദരിമാരും ഒഴിവാക്കി. ഭർത്താവിന് നല്ല രൂപത്തിൽ വളർന്ന് വികസിച്ച് വരുന്ന ഹലാലായൊരു മഈശത്തുണ്ടായിരുന്നു. ചെറിയ എന്തോ ഒരു അശ്രദ്ധ കാരണം അത് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ കൂടെ ജീവിക്കുന്ന പെണ്ണ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകാണ്, ശരിയായ രൂപത്തിൽ പഴയ അവസ്ഥ തിരിച്ചു വന്നാൽ വിളിക്കണം, ഞാൻ വരാം. അതും ഈ ആയത്തിന്റെ പിറകിൽ ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലത്തെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ഇത്രയും കാലം ജീവിതം എന്ന് പറഞ്ഞാൽ 40 കൊല്ലം ഒരുമിച്ച് ജീവിച്ചത്, മക്കൾക്കായി 1-2 കുട്ടികളെ കെട്ടിച്ചയച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോഴേക്ക് ഫൈനൽ ഇൻസാന കഫൂർ, ഒക്കെ മതിയാക്കി, ഇനി നിങ്ങളെ കൂടെ അല്ല. അപ്പൊ ഇതുവരെ ജീവിച്ചതോ അതന്നല്ലേ, ഇനി അങ്ങനെ ഒരു അവസ്ഥ വരട്ടെ, എന്നിട്ട് വരാം. തിരിച്ചുണ്ട്. എന്താ തിരിച്ചുള്ളത്? ചെറിയൊരു വിഷമാവസ്ഥ വന്നപ്പോൾ പരസഹായത്തിന് വേണ്ടി ഭാര്യ കുടുംബത്തെ സമീപിച്ചു. അവരാണെങ്കിൽ അതിനേക്കാൾ പരമദാരിദ്ര്യത്തിലാണ്. അവർക്കൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് മകളെ കണ്ടവർ കൊടുക്കും, എമ്പാടും കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ മതി എന്ന് പറഞ്ഞ് തിരുത്തിയതും നിർത്തിയതും അങ്ങനെയും ഉണ്ട്. അവകാശം കിട്ടാനുള്ളതല്ല ഈ പറയുന്നത്, ഔദാര്യപരമായി ചോദിച്ചതുകൊണ്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ സംഭവം. ഫൈനൽ ഇൻസാന കഫൂർ, മനുഷ്യന് നന്ദി കെട്ടുപോവുകയാണ്. നിങ്ങൾ നോക്ക്, വിദേശത്ത് ജീവിച്ചിരുന്നൊരു ഭർത്താവ്, ഇന്നും അയാളുണ്ട്. അയാൾ എന്തോ ഒരു പെട്ടെന്നുള്ളൊരവസ്ഥയിൽ അവിടെ ജോലി ചെയ്യുന്നു നല്ല രൂപത്തിൽ. പെട്ടെന്ന് അയാളെ കണ്ണിന്റെ 2 കാഴ്ചയും പോയി. കണ്ണിന്റെ കാഴ്ചക്കല്ലല്ലോ കൂടുതൽ, ഖൽബിന്റെ കാഴ്ചക്കല്ലേ മഹത്വം. അതല്ലാഹു തആല തരുന്നത് പുറത്ത് കാണുന്ന അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ്. പക്ഷേ കണ്ണില്ലെങ്കിലും ഉൾക്കാഴ്ചയുണ്ടോ, നല്ല നിലക്ക് ജീവിക്കാം.
നല്ല സ്വഭാവമുണ്ടോ, റാഹത്തോടെ ജീവിക്കാം. ഒരുപക്ഷെ കണ്ണുള്ളവരെക്കാളും സന്തോഷത്തിലും ആത്മീയതയിലും ജീവിക്കാം. 2 കണ്ണും അങ്ങ് പോയപ്പോ പെണ്ണ് പറഞ്ഞു, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടോ? ഇല്ല. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം ഫഇന്നൽ ഇൻസാന കഫൂർ. ഈ ഒരു ചെറിയ ദുനിയാവിൽ ചെറിയൊരു ടേസ്റ്റ് മനുഷ്യനെ ആസ്വദിപ്പിച്ചപ്പോ, ചെറിയ ഒരു വിപത്ത്, ഒരു രോഗമോ ഒരു ദാരിദ്ര്യമോ ഒരു വിഷമമോ വരുമ്പോഴേക്ക് ഫൈനൽ ഇൻസാന കഫൂർ, മനുഷ്യനതാ കൂടുതൽ നന്ദി കെട്ടവനാകുന്നു. ഇത്രയും കാലം അല്ലാഹു അവന് കൊടുത്തത് അവൻ മറന്നുപോകുന്നു. അവന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയതാണ് എന്നാണ് അവന്റെ വിചാരം. അവന്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ് എന്ന് അവന്റെ ചിന്ത. അല്ലാഹു തആല ഇത്രയും കാലം കൊടുത്തതിനെ പറ്റി യാതൊരു ഓർമ്മയും അവനില്ല. അതേ സമയത്ത് ഇത്രയും കാലം എനിക്ക് തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഉടമസ്ഥതയിൽ നിന്ന് എനിക്ക് അല്ലാഹു ഔദാര്യപരമായി തന്നതാണ് എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യനും ഈ വഞ്ചനയിൽ പെടൂല. അവനൊരിക്കലും പോയത് പോട്ടേന്നേ കരുതുള്ളൂ, വരാനുള്ളത് വരട്ടേന്നേ ചിന്തിക്കുകയുള്ളൂ. നഷ്ടപ്പെട്ടത് അല്ലാഹു അങ്ങനെ തീരുമാനിച്ചിട്ടല്ലേ, വിഷമം കരുതണ്ട എന്നേ ഉപദേശിക്കുകയുള്ളൂ. അല്ലാതെ നന്ദികെട്ട വർത്തമാനമോ അത്തരത്തിലുള്ള പ്രവർത്തനമോ നടത്തുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, പരമാധികാരം നിങ്ങൾ ആരുടെയും കയ്യിൽ അല്ലാഹു തന്നിട്ടില്ല. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലെ അധികാരം അല്ലാഹുവിന് സ്വന്തമാണ്. ലില്ലാഹി, അല്ലാഹുവിന് സ്വന്തമാണ്. മുൽക്കുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലെ അധികാരം വേറെ ആർക്കും അതിൽ പങ്കില്ല. ഇഷ്ടം പോലെ അല്ലാഹുവിന് കൈകാര്യം ചെയ്യാം. അനുഗ്രഹങ്ങൾ വിഭജിച്ചു കൊടുക്കാം, പരീക്ഷണങ്ങൾ കൊടുക്കാം. ആർക്കും അതിലൊരധികാരവുമില്ല. മനുഷ്യന്റെ ബാധ്യത എന്താണെന്നറിയോ? അനുഗ്രഹങ്ങളിൽ നന്ദിയും പരീക്ഷണങ്ങളിൽ ക്ഷമയും അല്ലാഹുവിന്റെ വിധികൾക്ക് കീഴ്പ്പെട്ടുള്ള പൊരുത്തവുമാണ്. അത് 3 മനുഷ്യരിൽ നിന്നുണ്ടാകേണ്ടത്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി, പരീക്ഷണങ്ങൾക്കുള്ള ക്ഷമ, അല്ലാഹു തരുന്നത് സമ്മതിച്ചുകൊണ്ടുള്ള റിള. അതല്ല നമുക്ക് എന്തിനു കഴിയും? ഇമാമിങ്ങൾ പറഞ്ഞു, നോക്ക് അല്ലാഹുവിന്റെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ നോക്ക്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു സംവിധാനിക്കുന്നു, സൃഷ്ടിക്കുന്നു. ആർക്കും തടയാൻ പറ്റും? യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കൂല ഒരുപക്ഷെ ആ സൃഷ്ടികർമ്മം നടത്തപ്പെട്ടത്. രോഗത്തിന്റെ അണു നമ്മൾ ആരോ ഉദ്ദേശിച്ചതാ വരണം. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചതവൻ പടക്കുന്നു. അതേ, അവന്റെ സ്വാതന്ത്ര്യം കണ്ടില്ലേ, അവന്റെ അധികാരം. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. യഹബു ലിമൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഔദാര്യമായി നൽകുന്നു. അതും അവകാശമല്ല. യഹബു, അല്ലാഹു പറയുന്ന, അല്ലാഹു ദാനം കൊടുക്കുകയാണ്. തരണം എന്നൊരു ബാധ്യത അല്ലാഹുവിനില്ല. തന്നേ പറ്റൂ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്കും ഇല്ല. യഹബു ലിമൻ യശാഉ ഇനാസാ, പെൺകുട്ടികളെയാണ് കേട്ടോ മുന്തിച്ച് പറഞ്ഞത്. കാരണം ഞാൻ പറയാം. യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുകൂർ, ആൺകുട്ടികളെ രണ്ടാമതാ പറഞ്ഞത്. എന്താ നമ്മളെ മനസ്സിലൊക്കെയുള്ള പൂതിയും ചിന്തയും? വയഹബു ലിമൻ യശാഉ ദുകൂർ, ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ആൺകുട്ടികളെ മാത്രം നൽകുന്നു. അല്ലെങ്കിലോ ഔ യുസവ്വിജുഹും ദുഖ്റാനം വ ഇനാസാ, അല്ലെങ്കിൽ അവർക്ക് മിശ്രിതമായി നൽകുന്നു. ദുഖ്റാനം വ ഇനാസാ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. വയജ്അലു മൻ യശാഉ അഖീമാ, ചിലർക്കോ ഒരു മക്കളെയും അല്ലാഹു നൽകാതിരിക്കുകയും ചെയ്യുന്നു. വയജ്അലു മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു അങ്ങനെ ആക്കുന്നു. അഖീമൻ, ആരെ ആക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം 60ന്റെ വയസ്സിലും മക്കളുണ്ടായവരുണ്ട്. മക്കളുണ്ടാകാതെ പറ്റൂല.
നമുക്കങ്ങനെ കൽപ്പിക്കാൻ പറ്റൂല, അള്ളാഹുവല്ലേ തീരുമാനിക്കുന്നത്. ഉദ്ദേശിച്ചവർ അല്ലാഹു തആല മക്കളില്ലാത്തവരാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ. ഇപ്പൊ 4 വിഭാഗമാണ്. ഈ 4 അഞ്ചാമത്തൊന്നും ഉണ്ടാവില്ല. ഇന്നഹു അലീമുൻ ഖദീർ. ഇതാർക്കൊക്കെ കൊടുക്കണമെന്നതിന് അല്ലാഹു തആല പരമജ്ഞാനിയാണ്. ഖദീറുൻ, അല്ലാഹു തആല അതിന് സർവ്വ കഴിവുള്ളവനുമാണ്. ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നതിന് അല്ലാഹു തആലാന്റെ ഒരു കൈകാര്യത്തിന്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ തടയാൻ കഴിയില്ല, തീരുമാനം മാറ്റാൻ കഴിയില്ല. അങ്ങനെ അമ്പിയാക്കളിലും അല്ലാഹു തസറുഫ് നടത്തിയത് അങ്ങനെയാണ്. ഇവിടെ മുന്തിച്ചു പറഞ്ഞു പെൺകുട്ടികളെ. കാരണം ആദ്യം ജനിക്കുന്നത് പെണ്ണാണെങ്കിൽ അതിൽ പ്രത്യേക ബറക്കത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ബറക്കത്തിൽ മർഅ തബ്കീറുഹാ ബിൽ ബനാത്ത്. ഒരു പെണ്ണിന്റെ ബറക്കത്തിൽപ്പെട്ടതാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാകൽ. ഞാൻ കുട്ടികൾ ജനിച്ചാരും വിഷമിക്കണ്ട, അതിന് വേറെ അതീത് വേറെ പറയാം. ബറക്കത്തിൽ മർഅത്തി, പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ ബറക്കത്തിൽപ്പെട്ടതാണ് ആദ്യം ജനിക്കുന്നത്. കേൾക്കുമ്പോൾ ഉമ്മമാർക്ക് സങ്കടം ഉണ്ടാവും, അങ്ങനെ ആയിപ്പോയില്ലല്ലോ. പക്ഷെ അല്ല, ഞാൻ പറയാം, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ബർക്കത്തുണ്ട്. പക്ഷെ മുൻഗണന ആർക്കാ? അതാർക്കും തർക്കം വേണ്ട, പെണ്ണിന് തന്നെയാണ്. വിശുദ്ധ ഇസ്ലാം എപ്പോഴും മുൻഗണന കൽപ്പിക്കുന്നു സ്ത്രീകൾക്ക്. അതുകൊണ്ടാണല്ലോ സ്ത്രീകളിൽ ഉള്ള കുട്ടികൾ, പെൺകുട്ടികളെ പോറ്റു വളർത്തുന്നതിൽ വിഷമാവസ്ഥ തരണം ചെയ്ത് അവരെ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് വിവാഹം ചെയ്തയച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അവർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു മഹത്വമൊന്നുമല്ല കൽപ്പിച്ചത്. മനി ബുതുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്, ഈ പെൺമക്കളാൽ പരീക്ഷിക്കപ്പെട്ടവൻ, എന്തെങ്കിലും കാര്യം കൊണ്ട് പരീക്ഷണം വന്നു, അവരെ വളർത്താനും ചെലവ് കൂടുതലാണ്, അവർക്ക് വസ്ത്രത്തിനും ചെലവ് കൂടുതലാണ്, എല്ലാ സംഗതികൾക്കും ചെലവ് കൂടുതലാണ്. ഇന്നല്ല മുമ്പേ അങ്ങനെയാണ്. ഇരിക്കട്ടെ, ഫഅഹ്സന ഇലൈഹിന്ന, ആ മക്കളിലേക്ക് അവൻ ഇഹ്സാൻ ചെയ്തു, നന്മ ചെയ്തു, നല്ല നിലക്കവരെ പഠിപ്പിച്ചു, വളർത്തി, നല്ല അദബുള്ളവരാക്കി ചിട്ടയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു. പിന്നെയോ നല്ല ഭർത്താക്കന്മാരെ കൊണ്ട് അവരെ വിവാഹം ചെയ്യിപ്പിച്ചു. ഇതൊന്നും എന്റെ സ്വന്തം വക തഫ്സീറല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിത്തസ്വീജ് ബിൽ അക്ഫാ, അവർക്ക് ദീനിനും ഖുലുഖിനും ഒത്ത ആളുകളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് നല്ല ഗുണം ചെയ്തിട്ട് മക്കളെ പോറ്റിയവർ കുന്നലഹു സിത്റം മിനന്നാർ, ആ പെൺമക്കൾ അവർക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺകുട്ടികളെ എണ്ണിയത്, അവർക്ക് പേര് വെച്ചത് അൽ മുഅ്നിസാത്ത്. പെൺമക്കൾക്ക് അങ്ങനെ പേര് വെച്ചത് എന്ത്? ടൈം പാസ് നൽകുന്നത്. പെൺകുട്ടികളായാലും അങ്ങനെ, പേരമക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും ടൈം പാസ് കൂടുതൽ പെൺകുട്ടികൾക്ക്. അവർ കൂടുതൽ അടുത്തുണ്ടായാൽ അത് കളി കൂടുതൽ ഉണ്ടായിട്ടല്ല, അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചു വെച്ചതിന് അങ്ങനെയാണ്. വല്യപ്പാർക്കും വല്യമാർക്കും നിങ്ങൾ നോക്ക്, വാത്സല്യവും സ്നേഹവും സമ്പർക്കവും എപ്പോഴും മക്കളിൽ പെൺകുട്ടികളോടായിരിക്കും. അത് അല്ലാഹു തആല പെൺകുട്ടികളിൽ അല്ലാഹു തആല വെച്ച വലിയ ഒരു നന്മയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പോയി വരുന്ന വീടാണ് സയ്യിദത്തുനാ ബീബി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ. വീട്ടിൽ നിന്നൊന്ന് ജനവാതിൽ ഒന്ന് തുറന്നാൽ, ഒന്ന് വിരി നീക്കിയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നേരെ കാണും. ഇന്ന് നമ്മൾ കാണുന്ന ജന്നത്തുൽ ബഖീന്റെ അങ്ങേ അറ്റത്ത് അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്കും അലി റളിയല്ലാഹു അൻഹുവിനും ഒരു സ്വഹാബി കൊടുത്ത വീടാണ്. താമസിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തു. എന്നാൽ എപ്പോഴും ആ വീട്ടിലേക്കൊന്ന് പോയി വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് വരുന്നു എന്ന് കണ്ടാൽ തങ്ങൾ മുറ്റത്തിറങ്ങി ഇങ്ങനെ നിൽക്കും സ്വീകരിക്കാൻ വേണ്ടി. വല്ലാത്തൊരു സന്തോഷാണ്. അടുത്തെത്തുമ്പോൾ മർഹബാ മർഹബൻ വഅഹ്ലാ, സന്തോഷം, സ്വാഗതം. കുഞ്ഞുങ്ങളെ തങ്ങളിങ്ങ് വാങ്ങും, മകളോട് വീട്ടിലേക്ക് കയറാൻ പറയും.
വീട്ടിലെത്തിയാലോ തൊട്ടടുത്തിരുത്തും, ഇടത്തെ ഭാഗത്തേക്ക് ചാരിയിരുത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സംസാരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാ മതിയെന്ന് ആൾക്കാർ ശ്രദ്ധയിലേക്ക് പോകും. അങ്ങനെ അവരോട് നല്ല സമ്പർക്കത്തിലായി കഴിയും. ആ പെൺകുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുന്നാര മകളോട് സംസാരിക്കുന്നതും സമ്പർക്കം പുലർത്തുന്നതും ഉള്ളിൽ നിന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നോക്കിക്കാണുന്നു. പിന്നീട് ആ സ്നേഹത്തിന്റെ തലോടലുകൾ പുറം ലോകത്തേക്ക് മഹദി വിശദീകരിച്ചു കൊടുക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്നാൽ അധിക സമയവും മകളോട് സംസാരിക്കാനും വിഷയങ്ങൾ ചോദിക്കാനും ആ കുട്ടികളെ എടുത്ത് മടിയിലിരുത്താനും താലോലിക്കാനും നേരം കാണുന്നു. വീട്ടിൽ വന്ന് തങ്ങളില്ലാത്ത നേരത്താണ് വന്നുപോയതെങ്കിൽ ഒരു മിനിറ്റ് പോലും അവിടെ താമസിക്കാതെ ഉടനെ പോകുന്നു. അങ്ങനെ 1, 2, 3 സംഭവങ്ങളിലല്ല. ഞാൻ ആ സംഭവങ്ങളൊന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ല, ആയത്തെവിടെയെത്തൂല. നട്ടപ്പാതിരാക്ക് മകള് വന്നിരുന്നു എന്ന് കേട്ടതുകൊണ്ട് ആ വീട് വരെ പോയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് യാത്രക്ക് പോകുമ്പോഴും അവസാനം കയറുന്ന വീടാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്. യാത്ര കഴിഞ്ഞ് മദീനയിലെത്തിയാൽ പള്ളിയിൽ കയറും, 2 റക്അത്ത് നിസ്കരിക്കും, കുറച്ചു നേരം അവിടെ ഇരിക്കും. ആ ഇരുത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ ആദ്യം കയറുന്ന വീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. നമ്മൾ ആലോചിക്കണം, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുറഞ്ഞ കാലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചെങ്കിൽ ആ ജീവിതത്തിൽ മുഴുവനും എല്ലാ ദിവസവും എല്ലാ സമയത്തും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു മകള് ജീവിച്ചു. എങ്ങനെയാണ് പുത്രിമാരെ വളർത്തേണ്ടത് എന്നും സ്നേഹിക്കേണ്ടത് എന്നും സമൂഹത്തെ കൃത്യമായി തങ്ങൾ പഠിപ്പിച്ചു. അത് ചെറിയ രൂപത്തിലല്ല, വിശാലമായ രൂപത്തിൽ. നിങ്ങൾ നോക്ക്, ആ ഭാര്യക്കും ഭർത്താവിനും ഫാത്തിമ ബീവിക്കും അലി റളിയല്ലാഹു അൻഹുവിനും കൂടുതൽ ഇണക്കം വരാൻ ജീവിതത്തിൽ ആദ്യത്തെ രാത്രി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മാറിന്റെ ഭാഗത്തേക്കും അലി റളിയല്ലാഹു അൻഹുവിന്റെ മാറിന്റെ ഭാഗത്തേക്കും വെള്ളം കുടഞ്ഞ ശേഷം രണ്ടുപേരെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കിടക്കുന്ന റൂമിലേക്ക് ആനയിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചാണ് തങ്ങൾ തിരിച്ചു പോരുന്നത്. അത് മഗ്രിബിന് ശേഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സമയത്തല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മക്കളെ ശ്രദ്ധിച്ച് അവരെ പരിപാലിച്ച് അവരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഭാഗവാക്കായി ഫഹ്സന ഇലൈഹിന്ന, തിരിഞ്ഞു നോക്കാതെ വിട്ടിട്ടില്ല. എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. നന്നായി പോറ്റി വളർത്തിയാൽ വലിയ ഭാഗ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, ചെലവൊന്നുമില്ലാത്ത നല്ല മക്കളെ തരണം. അപ്പൊ അല്ലാഹു തആല എനിക്ക് തന്നത് ഫറസഖനി അൽ ബനാത്ത്, പെൺമക്കളെയാ തന്നത്. തങ്ങളുടെ ആൺമക്കളെക്കാൾ കൂടുതൽ തങ്ങളോടൊപ്പം ജീവിച്ചത് പെൺമക്കളാണ്. ആ പെൺമക്കളോടുകൂടെ ജീവിക്കുമ്പോഴാണ് മക്കക്കാര് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് കുട്ടികളോടുകൂടെ ജീവിക്കേണ്ടത്. മദീനക്കാര് എല്ലാവരും നോക്കുന്നത് ഇങ്ങനെയാണ് മക്കളെ പോറ്റേണ്ടത്, ഇങ്ങനെയാണ് വളർത്തേണ്ടത്, ഇങ്ങനെയാണ് അവരോട് സഹവസിക്കേണ്ടത്. ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു നോട്ടം കൂടി, പടച്ചവനെ അതൊക്കെ ഒന്ന് വളർന്ന് 18 ആയാൽ എത്ര ചെലവ് വരും എന്ന ഒരു ചിന്തയിലൊരു നോട്ടം പോലും പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. നമ്മുടെ നോട്ടം എങ്ങനെയായിട്ടാണ്? എന്താ? വരുമാനത്തിലേക്കുള്ള നോട്ടാണ് നമ്മുടെ നോട്ടം. ആൺകുട്ടി ഒന്ന് ജനിച്ചാൽ തന്നെ ആൾക്കാർ ഒന്ന് ജനിച്ചു 1 ലക്ഷം, ഇപ്പൊ രണ്ടും അതാ 2 ലക്ഷം, മൂന്നാമത്തും അതാ 3 ലക്ഷം. ചിലപ്പോ ഒന്നായിട്ട് അങ്ങോട്ട് പോകും, അത് വേറെ വിഷയം. കൂട്ടുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ചിലപ്പോ അങ്ങോട്ട് പോകും. ചെലവില്ലാതെ പോറ്റാൻ പറ്റുന്ന മക്കളെ തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചപ്പോ എനിക്ക് തന്നത് അല്ലാഹു തആല അൽ ബനാത്ത്, ആൺകുട്ടികളെയും കൊടുത്തിട്ടുണ്ട്.
3 ആൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ചില റിപ്പോർട്ടുകൾ 4 എന്ന് കാണാം, ഇരിക്കട്ടെ അധികവും വന്ന് 3 എന്നല്ലേ. 4 പെൺമക്കൾ. ആ പെൺമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റി വളർത്തി. അതിലോരോ മക്കളും അവരിൽ നിന്നുണ്ടായ മക്കൾ പിൽക്കാലത്ത് അവരുടെ പരമ്പരയിലൂടെ അവിടുത്തെ കുടുംബത്തെ അള്ളാഹു നിലനിർത്തിക്കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളിലൂടെയാണ് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ലോകത്ത് നിലനിൽക്കുന്നത്. തങ്ങൾ പറഞ്ഞു ലാ തുക്രിഹുൽ ബനാത്ത്, ഒന്നുകൂടി പറഞ്ഞു നമ്മളോട്, ലാ തുക്രിഹുൽ ബനാത്ത്, പെൺമക്കളോട് വെറുക്കരുത്. എന്താ കാരണം പറഞ്ഞാ അറിയോ? ഫഇന്നീ അബുൽ ബനാത്ത്. എന്താണ് പറഞ്ഞേ? ഞാൻ പെൺമക്കളുടെ ഉപ്പയാണ്, പെൺമക്കളെ പോറ്റിയ ഉപ്പയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കാരണവശാലും, ഒരു വാക്കിൽ പോലും, ഒരു നോട്ടത്തിൽ പോലും ഉപ്പയും ഉമ്മയും കുടുംബാംഗങ്ങൾ ആരും വരവും ചെലവും കണക്ക് കൂട്ടിയിട്ട് വെറുപ്പിന്റെ ഭാഷ പറയരുത്. ആ ഹദീസ് പറഞ്ഞിട്ട് ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, പെൺമക്കളെ സ്നേഹിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺമക്കളുടെ ഉപ്പയാണ് എന്നൊരു വർത്തമാനം മതി. ബക്കറ്റ് വരുന്നു, എല്ലാവരും സംഭാവനകൾ കൊടുക്കണം. ഇന്ന് സമാപനമാണല്ലോ. സഹോദരിമാരിലേക്ക് ഏൽപ്പിച്ച കവറുകളും തിരിച്ചു ഏൽപ്പിക്കണം. മക്കളെ, പെൺമക്കളെ വെറുക്കാതിരിക്കാൻ ആ ഒരൊറ്റ ഹദീസ് മതി. കാരണം നബിതങ്ങൾക്ക് ഖൈറല്ലാതെ അള്ളാഹു സെലക്ട് ചെയ്തു കൊടുക്കൂല. അള്ളാഹു തആല തൃപ്തിപ്പെട്ടതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കൂ. അപ്പൊ തൃപ്തിപ്പെട്ട് അള്ളാഹു സെലക്ട് ചെയ്ത് കൊടുത്തതിൽ, നമുക്ക് അള്ളാഹു അങ്ങനെ തന്നതിൽ നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു തആലാന്റെ സുഖത്ത് ഗളബ് വാങ്ങേണ്ടി വരും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വകം തറാ ഫീ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാം എത്ര പേരാണ് മിനസ് സുഖത്തി അലൽ ബനാത്ത്, പെൺമക്കളോട് വെറുപ്പ് വെക്കുന്നവർ എത്ര പേരാണ്, ദേഷ്യപ്പെടുന്നവർ. ഇഖ്തിദാഅൻ ബി അഹ്ലിൽ ജാഹിലിയ്യ, വിവരമില്ലാത്ത കാലഘട്ടമില്ലേ ജാഹിലിയ്യ കാലഘട്ടം, ആ കാലത്തെ ആളുകളോട് പിൻപറ്റിയിട്ട് അവർക്ക് ആ വിഷയത്തിൽ നല്ല മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടെങ്കിൽ ലഅഹബ്ബൂ മാ അഹബ്ബഹു, തങ്ങൾ ഇഷ്ടപ്പെട്ടത് അവരും ഇഷ്ടപ്പെടണം. തങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് സ്നേഹിച്ചത്, ഏതിനെയാണ് മുൻതൂക്കം പറഞ്ഞത്, അതൊന്നുമല്ല പെൺകുട്ടികളെയാണ്. കല്യാണം കഴിച്ച് അയച്ച ശേഷവും കണക്ക് പറയരുത്, അതും ചേർത്ത് പറയാണ്. നല്ലോണം നിന്നോണം. നിന്നെ ഒന്ന് കെട്ടിച്ചയക്കാൻ വാപ്പക്ക് എത്ര ചെലവെന്നറിയാം. ചെലവിന്റെ കണക്ക് പറഞ്ഞ് വെറുപ്പിക്കരുത്. ഉപദേശിക്കുക, നല്ല ഉപദേശം ഉപദേശിക്കുക. അതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. ആ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ആ വീട്ടിൽ വന്നിട്ട് പറയും, മോളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടുന്ന സ്ഥാനവും അടുപ്പവും കണ്ടിട്ട് ഒരിക്കലും മനസ്സിൽ ഒരു ദേഷ്യം വന്നു പോകരുത്. തങ്ങളോടൊരിക്കലും വെറുപ്പുള്ളൊരു വാക്കോ ഒരു സൂചനയോ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം. അത് ഉപദേശം. അതെല്ലാ വാപ്പാരും കൊടുക്കണം, ഉമ്മാരും കൊടുക്കണം. അല്ലാതെ നമ്മളെ ചെലവിന്റെ കണക്ക് നമ്മൾ പറയണം. ഇപ്പൊ അല്ലാഹു തആല തന്നതിൽ നമുക്ക് തൃപ്തിയായിട്ടില്ല എന്ന് വന്നു, വെറുപ്പിക്കരുത്, വെറുക്കരുത്. അവരെ ഇഷ്ടം പോലെ സ്വീകരിക്കും. ഇവിടെ മുൻതൂക്കം പറഞ്ഞില്ലേ, അല്ലാഹു തആല യഹബു ലിമൻ യശാഉ ഇനാസൻ, അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല പെൺകുട്ടികളെ കൊടുക്കും. നബിമാരിലുണ്ട് അങ്ങനെ, പെൺകുട്ടികളെ മാത്രം ലഭിച്ച നബിമാരുണ്ട്. അതിൽപ്പെട്ട നബിയാണ് സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന് രണ്ട് പെൺകുട്ടികളെയാണ് അല്ലാഹു കൊടുത്തത്. ആ 2 പെൺമക്കളും ആ ഉപ്പയെ വിശ്വസിച്ച് ഉപ്പയുടെ പിന്നാലെ നിന്ന് പ്രവർത്തിച്ചവരായിരുന്നു. മറ്റൊരു നബിയാണ് നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. അവർക്കും അല്ലാഹു തആല കൊടുത്തത് പെൺമക്കളെ മാത്രമാണ്. വയഹബു ലിമൻ യശാഉ ദുകൂർ, ആൺമക്കളെ മാത്രം കൊടുത്ത നബിമാരുമുണ്ട്. അതിൽപ്പെട്ട നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയത് ആൺമക്കളെയാണ്.
പെൺകുട്ടികളെ അല്ലാഹു നൽകിയിട്ടില്ല. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാഥാ, ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല കലർത്തിക്കൊടുക്കും. അങ്ങനെയും നബിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട നബിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു രണ്ടും നൽകിയിട്ടുണ്ട്. വയജഅലു മൻ യശാഉ അഖീമാ, ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല മക്കളെ നൽകാതിരിക്കുകയും ചെയ്യും. അതിലും ഉണ്ട് നബിമാർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ യഹ്യാ അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പണ്ഡിതന്മാരിൽ പലരും പറയുന്നുണ്ട്. പക്ഷേ ആ യഹ്യാ നബി അലൈഹിസ്സലാമിന് മക്കളൊന്നും ജനിച്ചിട്ടില്ല. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. സയ്യിദൻ വഹസൂറാ, ഖുർആൻ പറഞ്ഞല്ലോ മഹാനവർകൾ വലിയ നേതാവും ഹസൂറൻ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുറിഞ്ഞു വീണ ആളുമായിരുന്നു. അതിലായിരുന്നു കൂടുതൽ താല്പര്യം കണ്ടെത്തിയത്. അല്ലാഹുവിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. വയജഅലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു തആല കൂടുതൽ കഴിവുള്ളവനും കൂടുതൽ അറിവുള്ളവനുമാണ്. ഓ സഹോദരങ്ങളെ, ഇവിടെ മക്കളോടുള്ള ബന്ധവും ബാധ്യതയും അതും ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവരെ നന്നായി വളർത്തണം, അവരെ നന്നായി സ്നേഹിക്കണം, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം, നല്ല മാർഗത്തിൽ ചിട്ടയോടെ വളർത്തിക്കൊണ്ടുവരണം. അല്ലാഹു തന്ന ഔദാര്യമാണ്. അൽ വലദു ഫിദ് ദുനിയാ നൂർ, മക്കൾ ദുനിയാവിൽ വലിയ വെളിച്ചമാണ്. വഫിൽ ആഖിറത്തി സുറൂർ, പരലോകത്ത് വലിയ സന്തോഷവുമാണ്. സന്തോഷമാകണം. ആ തരത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ അവരെ വളർത്തേണ്ടതുണ്ട്, വലുതാക്കേണ്ടതുണ്ട്, വേണ്ട കാര്യങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. മനുഷ്യരിൽ ആൺമക്കളുള്ളവർ പെൺമക്കളുള്ളവർ രണ്ടും ഉള്ളവർ, വയജഅലു മൻ യശാഉ അഖീമാ, മക്കളില്ലാത്തവർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ കാണും. അല്ലാഹുവിന്റെ കൈകാര്യമാണത്. ആർക്കും അതിൽ ഇടപെടാനുള്ള അധികാരമില്ല. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ പറ്റി എന്ത് മനസ്സിലാക്കി നിങ്ങൾ? വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ്, ഒരൊറ്റ മനുഷ്യനും ഈ ദുനിയാവിൽ അല്ലാഹുവിനോട് സംസാരിക്കൂല. ഇല്ലാ വഹ്യൻ, വഹി എന്ന നിലക്കല്ലാതെ, ഔ മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ ഹിജാബിനപ്പുറത്ത് മറക്കപ്പുറത്തല്ലാതെ സംസാരിക്കുകയില്ല. ഔ യുർസില റസൂല, അല്ലെങ്കിൽ അല്ലാഹു ഒരു ദൂതനെ അയക്കും. ആ ദൂതൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ, അല്ലാഹുവിന്റെ അനുവാദപ്രകാരം ഉദ്ദേശിച്ചത് വഹി നൽകും. ഇങ്ങനെ മൂന്ന് തരത്തിലല്ലാതെ അല്ലാഹു തആല സംസാരിക്കുകയില്ല. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ജൂതന്മാര് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുന്നില്ലേ? അല്ലാഹുവിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നബിയാണെങ്കിൽ അങ്ങനെ വേണമല്ലോ. ഞങ്ങളെ നബി മൂസാ നബി അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്, നേർക്ക് നേരെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ രണ്ട് ചെയ്യുന്നവരെ നിങ്ങൾ വിശ്വസിക്കൂല. ഞാൻ ചെയ്ത പോലെ വിശ്വസിക്കൂ, ഓൽക്ക് ആ തീരുമാനമൊന്നുമില്ല. അങ്ങനെ കുറെ വർത്തമാനങ്ങൾ ഒരു പറയുന്നുണ്ട്. നേർക്ക് നിങ്ങൾ സംസാരിക്കുകയും വേണം, അല്ലാഹുവിനെ നോക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന മൂസാ ലൻ യുൻദുറ ഇലൈഹി, മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിലേക്ക് നോക്കിയിട്ടില്ലല്ലോ. കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. റബ്ബി അരിനീ അൻദുർ ഇലൈക്, കാണണം റബ്ബേ, കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയായി. അല്ലാഹു ആഖിറത്തിൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനോട് സംസാരിക്കലാണ്. അത് ചെറുതല്ല. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ സ്വർഗീയർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞതിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഒന്നെടുത്തു പറഞ്ഞു, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എത്ര അനുഗ്രഹങ്ങളുണ്ട് സ്വർഗീയസ്ഥർക്ക്. പക്ഷേ അതിൽ അല്ലാഹു എടുത്തു പറഞ്ഞ ഒന്നെന്താണ്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹീമായ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന സലാം.
വിശ്വാസികൾക്ക് അതിനേക്കാളേറെ സന്തോഷം വേറെ ഒന്നുമില്ല. അള്ളാഹുവിനോട് സംസാരിക്കുക, സംവദിക്കുക, അത് വലിയ സന്തോഷമാണ്. ശുഹദാക്കൾ ഇവിടുന്ന് പോയി മണ്ണറയിലെത്തുമ്പോഴേക്ക് അള്ളാഹുവിനോട് സംസാരിക്കുന്നവരാണ്. കണ്ടില്ലേ, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് നേരെ പിറ്റേന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി നടക്കുമ്പോ പ്രഗൽഭനായ സ്വഹാബി വര്യൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജാബിറേ മാലി അറാക മുൻകസിറാ, ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നിങ്ങളെ കണ്ടിട്ട് വിഷമമുണ്ടല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ വിഷമമുണ്ട്, ബാപ്പ ഇന്നലെ ഷഹീദായി, എനിക്കൊരുപാട് പെങ്ങന്മാരുണ്ട്, ഒക്കെ ചെറിയ മക്കളാണ്. ബാപ്പ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സുഖാണ്, തങ്ങളോടുകൂടെ എല്ലാ സ്ഥലത്തേക്കും വരാനും പങ്കെടുക്കാനും പോകാനൊന്നും എനിക്ക് ഒരു വിഷമം തോന്നൂല. ഇന്ന് ആ മക്കളൊക്കെ എന്നെ ഏൽപ്പിച്ചാണ് ബാപ്പ ഇന്നലെ ഷഹീദായത്, അതോർക്കുമ്പോ എനിക്ക് വലിയ വിഷമുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ജാബിറേ നിങ്ങൾക്ക് ഞാനൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെ. ഇന്നലെ ഇവിടെ നിന്ന് പോയ ശുഹദാക്കളോടൊക്കെ അള്ളാഹു സംസാരിച്ചു. എല്ലാവരോടും അള്ളാഹു സംസാരിച്ചത് മിൻ വറാഇ ഹിജാബ്, മറക്കപ്പുറത്ത് വെച്ച്, പിന്നിൽ വെച്ചാണ്. അതേ സമയത്ത് നിങ്ങളെ ഉപ്പയോട് അള്ളാഹു സംസാരിച്ചത് കല്ലമഹു കിഫാഹ, നേർക്ക് നേരെയാണ് സംസാരിച്ചത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. നേർക്ക് നേരെ നിങ്ങളെ ഉപ്പയോട് സംസാരിച്ചു. ശുഹദാക്കളോട് മൊത്തം അള്ളാഹു സംസാരിച്ചു. അള്ളാഹു ചോദിച്ചു അവരോട്, എന്താണ് വേണ്ടത് പറഞ്ഞോളൂ. ശുഹദാക്കളോട്, ഇന്നലെ പോയ ശുഹദാക്കളോട് അള്ളാഹുവിന്റെ ചോദ്യം, എന്ത് വേണം നിങ്ങൾക്ക്, എന്താഗ്രഹിക്കുന്നു പറഞ്ഞോളൂ, തരാം. എന്താണ് അവർ ചോദിച്ചത്? അള്ളാഹുവേ, ഉർജഉ ഇലദ്ദുനിയാ സാനിയ വഉഖ്തലു ഫീ സബീലിക സാനിയ, ഞങ്ങൾക്ക് ആഗ്രഹം എന്താണെന്നറിയോ? രണ്ടാമതും ഞങ്ങളെ ദുനിയാവിലേക്കൊന്ന് മടക്കി തന്ന് നിന്റെ മാർഗത്തിൽ രണ്ടാമതും ഞങ്ങൾക്കൊന്ന് ഷഹീദാകണം. ഷഹാദത്തിന്റെ മധുരം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് മതി തോന്നുന്നില്ല. അതുകൊണ്ട് രണ്ടാമതും മടക്കി തന്ന് രണ്ടാമതും ഞങ്ങളെ ഷഹീദാക്കി തരുമോ? അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാഹു തആല പറഞ്ഞു, ഖസ്സബക മിന്നിൽ ഖൗലു അന്നഹും ലാ യർജിഊൻ. എന്റെ നേരത്തുള്ള തീരുമാനമാണ്, വന്നവരൊന്നും തിരിച്ചു പോകൂല. നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആഗ്രഹം വേണോ അത് പറഞ്ഞു. ഒരാഗ്രഹം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ്, ഒന്നുകൂടി അങ്ങോട്ട് പോകണം, എന്നിട്ട് ഷഹീദായി തിരിച്ചു വരണം. അള്ളാഹു പറഞ്ഞു അത് നടക്കൂല, അത് നേരെ സാബിഖായ തീരുമാനമാണ്. ബർസഖിയ ലോകത്തേക്ക് വന്നവരൊക്കെ തിരിച്ചു പോകൂല. അപ്പൊ അവര് പറഞ്ഞു, എങ്കിൽ അള്ളാഹുവേ, ഞങ്ങളെ കൂട്ടുകുടുംബാദികളോടൊക്കെ ഞങ്ങളെ പറ്റിയുള്ള സന്തോഷം അറിയിക്കണം. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണെന്നും നല്ല ആവേശത്തിലാണെന്നും നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയവരെ പറ്റി മരിച്ചവര് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിന്റെ സവിധത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്, സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നവരാണ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, നിങ്ങൾക്ക് ഇവിടെ നല്ല സന്തോഷമല്ലേ ജീവിതത്തിൽ? അള്ളാഹു അവർക്ക് നൽകിയത് കൊണ്ട് അവർ വല്ലാതെ സന്തോഷിക്കുന്നവരാണ്. ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് എന്തെല്ലാം കൊടുത്തോ ബർസഖിയ ലോകത്തെത്തിയിട്ട്, അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമാണ്. ഈ സന്തോഷ വാർത്തയാണ് അള്ളാഹു അറിയിച്ചത്. അപ്പൊ അള്ളാഹുവിനോട് സംവദിക്കുക, അത് ദുന്യാവിലല്ല, ദുന്യാവെന്ന് പോയതിന്റെ ശേഷമാണ്. ഇത് ദുന്യാവിലെ അവസ്ഥയാണ് ഈ ആയത്തിൽ പറയുന്നത്. മൂന്നാലൊരു നിലക്കാണ് നടക്കുക. അപ്പൊ ജൂതന്മാര് പറഞ്ഞു, നിങ്ങൾ നേരിട്ട് സംസാരിക്കണം, നേരിട്ട് അള്ളാഹുവിനെ കാണണം. മൂസാ നബി കണ്ടിട്ടുണ്ട്? ഇല്ലല്ല, മൂസാ നബി കണ്ടിട്ടില്ല. അള്ളാഹു പറഞ്ഞല്ലോ, ലൻ തറാനി, നിങ്ങൾ എന്നെ കാണൂല.
പിന്നെയും താൽപര്യപ്പെട്ട് ചോദിച്ചപ്പോഴാണ് ഉൻദുർ ഇലൽ ജബൽ ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി. നിൽക്കുന്ന പർവ്വതത്തിൽ ഉറച്ചു നിൽക്കണം, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കണം, അപ്പുറത്തുള്ള മലയിലേക്ക് നോക്കണം, നല്ലോണം ഉറച്ചു നിൽക്കണം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ. അല്ലാഹു തആലയുടെ നൂറുകളിൽ നിന്ന്, നൂറു തജല്ലിയാത്തിൽ നിന്ന് ഒരു ചെറിയ കണിക, ഏറ്റവും ചെറുത് നിങ്ങൾ സങ്കല്പിച്ചോളൂ, അതിന്റെ പ്രഭ ആ പർവ്വതത്തിലേക്ക് അങ്ങ് വെളിച്ചം വീശിയപ്പോഴേക്ക് ജഅലഹു ദക്കാ, അതാ പർവ്വതത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോഴും അതിന്റെ പേര് ജബൽ ദക്ക എന്നാണ്. പൊടിപൊടിയായ പർവ്വതം, അതിന്റെ കളറ് കണ്ടാൽ തന്നെ അറിയും. അതേ ശരിയായ പർവ്വതത്തിന്റെ കളറിൽ നിന്നൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന തൂരി സീനയിൽ നിന്ന് ജബൽ ദക്കയിലേക്ക് നോക്കാനൊരു നോട്ടം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ബോധം കെട്ട് വീണുപോയി. ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക് വഅന അവ്വലുൽ മുഅ്മിനീൻ. ബോധം തെളിഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധി ഞാൻ സമ്മതിക്കുന്നു, വാഴ്ത്തുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാണാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ, ഞാനത് വിശ്വസിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ചോദിച്ചതിൽ നിന്നോട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. ഞാൻ ചോദിച്ചത് കുറവായെങ്കിൽ അല്ലാഹു എന്റെ താല്പര്യം കൊണ്ട് ചോദിച്ചതാണ്, കാണാനുള്ള മോഹം കൊണ്ട്. അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ് കണ്ടു നോക്കി എന്നത് ശരിയല്ല, നോക്കിയിട്ടില്ല. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ്. അല്ലാഹുവിനോട് സംസാരിക്കാൻ ഒരു മനുഷ്യനും പറ്റൂല, ഇല്ലാ വഹിയൻ, വഹി എന്ന നിലക്കല്ലാതെ. അല്ലെങ്കിലോ ആ വഹീന് ഉദ്ദേശം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ഓരോ നബിമാരുടെയും മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റായി അവർക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ മിൻ വറാഇ ഹിജാബ്, സംസാരിക്കും എങ്ങനെ, മറക്കപ്പുറത്ത് വെച്ച്. കമാ കല്ലമ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സംവദിച്ചതുപോലെ. ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ ഒരു ദൂതനെ അല്ലാഹു പറഞ്ഞു വിടും, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിടും പോലെ. എന്നിട്ട് അല്ലാഹു തആല നബിമാരോട് സംസാരിക്കും. അതേ അതുപോലത്തെ ആളുകളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ മനുഷ്യരൂപത്തിൽ കണ്ടത് നബിമാര് മാത്രമല്ല, ഔലിയാക്കളും കണ്ടിട്ടുണ്ട്, മഹാന്മാരും കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദ്റത്തിൽ വന്നത് സ്വഹാബത്ത് കണ്ടിട്ടുണ്ട്. പൂർവകാലത്തോ ഒരുപാട് ഔലിയാക്കളിലേക്ക് ആ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അങ്ങനെ ദൂതനെ അല്ലാഹു അയച്ചു വിടും. ആ ദൂതൻ വന്നിട്ട് ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ, ഉദ്ദേശിച്ച വിഷയം, അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അറിയിച്ചു കൊടുക്കും. ഇന്നഹു അലിയുൻ ഹകീം. അതിനല്ലാഹു തആല പരമോന്നതനും എല്ലാവിധം കഴിവുള്ളവനുമാണ്, ഹിക്മത്തുള്ളവനുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, അപ്രകാരം തങ്ങൾക്ക് നാം ആ അമ്പിയാക്കൾക്കൊക്കെ വഹി നൽകിയതുപോലെ തങ്ങൾക്കും നാം വഹി അറിയിക്കുന്നു. റൂഹം മിൻ അംരിനാ, നമ്മുടെ തീരുമാനത്തിൽപ്പെട്ട റൂഹിനെ. റൂഹ് കൊണ്ട് ഒരുപാട് തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പലരും മുന്തിച്ചു പറഞ്ഞ തഫ്സീർ ഖുർആനാണ്. കാരണം എന്താണെന്നറിയോ, ഖുർആൻ ശരീരത്തിന് റൂഹിന്റെ സ്ഥാനത്താണ്. ആ ഖുർആൻ ആത്മാവിനെ സജീവമാക്കും. ശാശ്വതമായ ജീവിതം ഖുർആൻ ജീവിപ്പിക്കും. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുവൽ ഖുർആനുല്ലദീ ഹുവ ലിൽ ഖുലൂബി മൻസിലത്തി റൂഹി ലിൽ അബ്ദാൻ. റൂഹ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അത് ശരീരത്തിന് ആത്മാവിന്റെ സ്ഥാനത്താണ്. ആത്മാവ് ശരീരത്തെ ജീവിപ്പിക്കും പോലെ ഖുർആൻ ഖൽബിനെ ഹയാത്താക്കും. ആ വിധം ഖുർആൻ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇമാം ഖുശൈരി തങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്, ഓ മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഖൽബിൽ നട്ടുപിടിപ്പിക്കാൻ തന്ന ഖുർആൻ കൊണ്ട് നീ എന്ത് ചെയ്തു? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ട്, യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ വക്താക്കളെ, മാദാ സറഅൽ ഖുർആനു ഫീ ഖുലൂബിക്കും, ഖുർആൻ നിങ്ങളെ മനസ്സിൽ കൃഷി ചെയ്തത് എന്താണ്?
ഫൈനൽ ഖുർആന റബീഉൽ ഖുലൂബ്, ഖുർആൻ മനസ്സിന്റെ വസന്തമാണ്. കമാ അന്നൽ ഗൈസ റബീഉൽ അർളി, ഭൂമിയുടെ വസന്തം മഴയായതുപോലെ ഖുർആൻ ഖൽബിന്റെ വസന്തമാണ്. ആ ഖുർആന് കഴിവിന്റെ പരമാവധി ഓതുകയും കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഖുർആനിലെ ആയത്തെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് ചിന്തിക്കുകയും ഓതാൻ കഴിയുന്നത് അത്രയും ഓതുകയും അതുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കുകയും വേണം. ഒരു ഹദീസിൽ കാണാൻ രാവിലെ തന്നെ ഒരാൾ സൂറത്ത് യാസീൻ ഓതിയാണ് അയാൾ തുടങ്ങുന്നത്, ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഖുളിയത്ത് ഹവായിജുഹു, ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. അതുകൊണ്ട് വേറെ ഒരു സൂറത്ത് ഇനി മുതൽ ഓതാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. സൂറത്ത് യാസീൻ അതിരാവിലെ ഓതുന്നതിന് മഹത്വമുണ്ട് എന്നും മുറാദുകൾ ഹാസിലാകാൻ വളരെ വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ എന്നും ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കും. അത് ഖുർആനിലെ ഒരു സൂറത്തല്ല, ഓരോ സൂറത്തുകൾക്കും ഓരോ തരം പ്രത്യേകതയുണ്ട്. എല്ലാം നമ്മുടെ ശരീരത്തെയും സമ്പത്തിനെയും മക്കളെയും കുടുംബത്തെയും നമ്മുടെ ഓർമ്മയെയും ചിന്തയെയും എല്ലാറ്റിനെയും ബാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോന്നും ഓരോന്നും ബന്ധപ്പെട്ട് കിടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ ഓരോ ആയത്തും ഓരോ സൂറത്തും വരുമ്പോൾ അതിനെ ആ വിധം വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തന്നത്. തലവേദന ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് മഹാന്മാർ പറഞ്ഞു കൊടുക്കും, ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കും, തലവേദന ഉണ്ടോ ആ തലയിൽ കൈവച്ച് ലവ്വൻസലിനെ ഊതിയാൽ മതി എന്ന് പറയും. ലവ്വൻസലിനെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട്. അതിന്റെ പേരെന്നെ ഖുർആനിൽ നിന്നുള്ള തലവേദനക്കുള്ള മരുന്ന് എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുഖിയ്യത്തു സുദാ, തലവേദനക്കുള്ള മന്ത്രാണ് ലവ്വൻസലിന മുതൽ താഴോട്ടുള്ളത്. അത് തലയിൽ കൈവച്ച് തന്നെ ഓതണം, അങ്ങനെ തന്നെ ഓതണം. അങ്ങനെ വേറെ ഹദീസിലുണ്ട്. അത് ഒന്ന് ഇങ്ങനെ എമ്പാടുമുണ്ട്, നമ്മൾ പഠിക്കണം, ഉൾക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, മാ കുന്ത തദ്രീ മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ഓ നബിയേ, മാ കുന്ത തദ്രീ, തങ്ങൾക്കറിയൂലായിരുന്നു, മൽ കിതാബു, ഖുർആനിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് നമ്മളാ തങ്ങൾക്ക് അറിയിച്ചു തന്നത്. വലൽ ഈമാനു, ഈമാനിന്റെ വിവക്ഷകൾ. ഈമാനിന്റെ വിവക്ഷകൾ എന്ന് പറഞ്ഞാൽ വിശദീകരണങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ, അഹ്കാമുകൾ. ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ കിട്ടുന്നതല്ല. അതേ സമയത്ത് നേരത്തെ ഈമാൻ ഇല്ല എന്നല്ല. എന്നാൽ പരിഭാഷകന്മാരായ ആളുകളൊക്കെ അങ്ങനെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവരെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈമാനും തങ്ങൾക്കറിയൂല, കിതാബും തങ്ങൾക്കറിയൂല. ഇമാം ഖുർത്തുബി തങ്ങൾ ആ വാദത്തെ നഖശിഖാന്തം എതിർത്ത് ഗണ്ണിച്ചിട്ടുണ്ട്. കാരണം എല്ലാ നബിമാരും നുബുവത്തിന്റെ മുമ്പ് തന്നെ ഈമാനുള്ളവരാണ്, മഅസൂമുകളാണ്. അതിലേറ്റവും കൂടുതൽ തെളിവ് ലോകത്ത് കാണിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിലൊന്നാമത്തെ തെളിവാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞത്, ഓ അബ്ദുൽ മുത്തലിബ് എന്നവരെ, ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഭൂമിയിലേക്ക് വന്നതും സുജൂദിലായി വീണതും ശേഷം കൈയുയർത്തി ആകാശത്തിലേക്ക് പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ടതും ഇതൊരു സാധാരണ കുഞ്ഞല്ലെന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതുകൊണ്ടല്ലേ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഒരുപാട് വിഷയങ്ങൾ വെറുപ്പുണ്ടായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ആദ്യം തങ്ങൾ പറഞ്ഞത്, ബുഗ്ലത്തി ഇലയ്യൽ ഔസാൻ, വിഗ്രഹങ്ങൾ എനിക്ക് വെറുപ്പാക്കപ്പെട്ടു കുട്ടിക്കാലത്ത് തന്നെ. അവർ പാടുന്ന പല പദ്യങ്ങളും പാട്ടുകളും എനിക്ക് വെറുപ്പാക്കപ്പെട്ടു. അത് കേൾക്കാനോ ആ സദസ്സിലേക്ക് പോകാനോ ഒരിക്കലും ഞാൻ തയ്യാറായിരുന്നില്ല, എനിക്കതിന് തോന്നിയിരുന്നില്ല. അമ്പിയാക്കൾ മൊത്തത്തിൽ അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കളുടെ വളർച്ച സാധാരണ കുട്ടികളെ പോലെ വളർന്നിട്ട് 40 ആകുമ്പോൾ ഒരു പ്രത്യേകത കിട്ടിയിട്ടങ്ങ് നബിയായി, ഒരു പരിഷ്കാരം സിദ്ധിച്ച് പുറത്തിറങ്ങിയതാണെന്ന് ആരെങ്കിലും ജൽപ്പിക്കുന്നുവെങ്കിൽ
വിശുദ്ധ ഇസ്ലാമിന്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൽമു വിതറുന്ന ഖുർആനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം പോലും അവർക്കില്ല. എത്ര നബിമാരെ സംബന്ധിച്ച് കുട്ടിക്കാലത്തെ മഹത്വം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം, സൂറത്ത് മറിയം എടുത്തു നോക്കൂ. യഹ്യാ നബിയെ പറ്റി അല്ലാഹു പറഞ്ഞു, വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യാ, കുട്ടിക്കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിന്റെ വിവരം നൽകി. 2 വയസ്സ് 3 വയസ്സായിരിക്കുമ്പോ കുട്ടികളൊക്കെ കളിക്കുമ്പോ യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കും, വരി ലിമലാ തല്ലബ്, എന്താ കളിക്കാൻ വരാത്തത്, വരൂ. ആ സമയത്തുള്ള മറുപടി, അലില്ലഅബി ഖുലിഖ്തു, കളിക്കാനാണോ എന്നെ സൃഷ്ടിക്കപ്പെട്ടത്, കളിക്കാനാണോ എന്നെ അല്ലാഹു സൃഷ്ടിച്ചത്, ഞാൻ അതിനില്ല, നിങ്ങൾ കളിച്ചോളൂ. കുട്ടിക്കാലത്തല്ലേ ഇത് പറയുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഉമ്മയുടെ വയറ്റിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം ഇഞ്ചീൽ വായിക്കുന്നത് മറിയം ബീവി റളിയല്ലാഹു അൻഹ കേട്ടു. അതിനുശേഷം പ്രസവിച്ച് കിടക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ വജഅലനീ നബിയ്യാ, തൊട്ടിലിൽ കിടന്നിട്ടല്ലേ ശത്രുക്കളോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, വആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, അല്ലാഹു എനിക്ക് കിതാബ് നൽകി കഴിഞ്ഞു, എന്നെ അല്ലാഹു നബിയാക്കി തീരുമാനിച്ചു. അപ്പൊ നുബുവത്തിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിലുള്ള ഈമാനും അതേപോലെ തന്നെ ഗ്രാഹ്യശക്തിയും. കുട്ടിക്കാലത്തല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം ചെറിയൊരു കുട്ടിയുടെ വിഷയത്തിൽ തീരുമാനം പറഞ്ഞത്, തർക്കം വന്ന കുട്ടിയുടെ വിഷയത്തിൽ തീരുമാനം പറഞ്ഞത്. ആ തീരുമാനത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, ഫഫഹംനാഹാ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. ഒരു കുട്ടിയുടെ വിഷയത്തിൽ 2 പെണ്ണുങ്ങൾ തമ്മിൽ തർക്കമായി. അങ്ങനെ ചെറിയ പെണ്ണും വലിയ പെണ്ണും നോക്കിയിട്ട് പല തരത്തിലുള്ള വിധികളും വരുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, കുട്ടി ആരുടേതാണെന്ന് തീരുമാനിക്കാൻ എളുപ്പ, ഒരു കത്തി കൊണ്ടുവരുന്നത്, പെട്ടെന്ന് തീരുമാനിക്കാം. കുട്ടി അങ്ങോട്ട് വെക്കിയതാണ്. കത്തി കൊണ്ടുവന്നപ്പോ ആ കുട്ടിയുടെ യഥാർത്ഥ മാതാവ് പറഞ്ഞു, ആ കുട്ടിയെ അറക്കരുത്, കുട്ടി ആ ഉമ്മാൻ്റെതാണെങ്കിൽ ആ ഉമ്മാക്കന്നെ കൊടുത്തേക്ക്, എന്നാലും എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്ന എനിക്ക് കാണാലോ, ഇപ്പൊ നിങ്ങൾ അർത്താല കുട്ടിയെ പിന്നെ കാണാൻ കഴിയില്ലല്ലോ. മാതാവിന്റെ സ്നേഹം എപ്പോഴും തുളുമ്പോലും. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ഗ്രാഹ്യശക്തിയാണ്. പെട്ടെന്ന് തീരുമാനമായി. യഥാർത്ഥ മാതാവിനെയും കണ്ടെത്തി, ആരുടേതാണ് കുട്ടിയും തീരുമാനമായി. കുട്ടി അവരുടേതാണ് കൊടുത്തേക്ക് സുലൈമാൻ നബി, എന്നാലും നിങ്ങൾ അറക്കണ്ട, ഇനി എനിക്ക് കുട്ടിയെ തന്നില്ലെങ്കിൽ കുട്ടിയെ കാണാമല്ലോ. അപ്പൊ തിരിഞ്ഞില്ലേ മാതാവ് ഏതാണ്, ആർക്കാർ കൊടുക്കേണ്ടതെന്നും. ആണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വിധി. എപ്പോഴാണ് ഈ വിധി നടപ്പിലാക്കുന്നത്? ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഈ വിധി നടപ്പിലാക്കുന്ന സമയത്ത് ചെറിയ വയസ്സേ ഉള്ളൂ. വഹുവ സ്വബിയ്യുൻ, സുലൈമാൻ നബി അലൈഹി സ്വലാം അന്ന് കുട്ടിയാണ്. അപ്പൊ അവർക്ക് അള്ളാഹു ഇൽമും ഹിക്മത്തും ഈമാനൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹു വലിയ ഹിക്മത്ത് നൽകിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ മുല കുടിക്കുന്ന പ്രായത്തിൽ ബീവി ഹലീമ റളിയല്ലാഹു അൻഹ എപ്പോഴും വലത്തെ ഭാഗത്തുള്ള മുലയിൽ നിന്ന് പാല് കൊടുത്ത ശേഷം ഇടത്തെ ഭാഗത്തേക്ക് തിരിച്ചു കടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിൽ നിന്ന് മുല കുടിക്കുകയില്ല. സ്ഥിരപ്പെട്ടൊരു ചരിത്രമല്ലേ അത്. ആ ഒരു നീതിശാസ്ത്രം, ആ ഒരു ഇൽമ്, അതൊന്നല്ല പലതുണ്ട് അല്ലാഹു തആല നൽകിയില്ലേ. അന്നത്തെ പുരോഹിതന്മാര് അബൂ ത്വാലിബിന്റെ കൂടെയും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് 8ാമത്തെ വയസ്സിലും മറ്റൊക്കെ യാത്ര പോകുമ്പോ വഴിവക്കിൽ ഓരോ പോക്കിനും ഓരോ പുരോഹിതന്മാരെ കാണും. അതിൽ ഒരു യാത്രയിൽ കണ്ടു ബഹീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി വന്നു. തുടങ്ങിയ തന്നെ ബില്ലാത്തി വല്ലുസാനാണ്. അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിലേക്ക് പോക യാത്രയിൽ. അപ്പൊ ലാത്തനെയും ഉസ്സനെയും സത്യം ചെയ്തിട്ട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലാ തസ്അൽനി ബിഹിമാ, ലാ തസ്അലന്നി ബിഹിമാ. ആ 2 പേരും പറഞ്ഞുകൊണ്ട് എന്നോട് നിങ്ങളൊന്നും ചോദിക്കരുത്. ഫവല്ലാഹി മാ അബ്ഗൽതു ശൈഅൻ ഖത്തു ബുഗ്ളഹുമാ. ആ 2നെയും വെറുത്തതുപോലെ ഞാൻ ഒന്നിനെയും വെറുത്തിട്ടില്ല.
അത് സ്വനമകളാണ്, പ്രതിമകളാണ് മുശ്രിക്കുകളുടെ. ആ പേര് സത്യം ചെയ്ത് എന്നോട് ചോദിക്കരുത്. അപ്പോൾ പിന്നെ ബഹീറ ചോദിച്ചു, ഫബില്ലാഹി ഇല്ലാ മാ അഖ്ബർതനി അമ്മാ അസ്അലുക അൻഹു. അല്ലാഹുവിനെ സത്യം ചെയ്ത് ചോദിക്കട്ടെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുർസൽ അമ്മാ ബദാലക്, വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. അപ്പോൾ പിന്നെ കുടുംബത്തെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് വിഷയങ്ങളെ പറ്റിയും ബഹീറ ചോദിച്ചിട്ടുണ്ട്. ബഹീറ കണ്ടെത്തിയതും ചോദിച്ചതും നേർക്ക് നേരെ കണ്ട ചില അടയാളങ്ങളെ പേരിലാ വന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മാ കുന്ത തദ്രി മൽ കിതാബു വൽ ഈമാൻ. ഈ സൂറത്തു ശൂറയിലെ ഈ 52-ാമത്തെ ആയത്തിന് ചില ആളുകൾ അർത്ഥം കൊടുത്തത് എത്രമാത്രം അബദ്ധമാണെന്നറിയോ? കിതാബ് എന്താണെന്ന് ഞങ്ങൾക്കറിയൂല, ഈമാനും ഞങ്ങൾക്കറിയൂല. നഊദു ബില്ലാഹ്, അങ്ങനെയല്ല. ഈമാനിന്റെ വിവക്ഷകൾ അങ്ങനെയാണ് മുഴുവൻ ഖുർആൻ പണ്ഡിതന്മാരും വിശദീകരിച്ചത്. ഖുർആനിന്റെ അഹ്കാമുകളും അഖ്ബാറുകളും മുഴുവനായിട്ടും അല്ലാഹു തങ്ങൾക്ക് അറിയിച്ചത് അത് ഖുർആൻ ഇറക്കിയതിനു ശേഷമാണ്. ഈമാന് നേരത്തെ തന്നെയുണ്ട്, നുബുവത്തിന്റെ മുമ്പ് തന്നെയുണ്ട്, കുട്ടിക്കാലത്ത് തന്നെയുണ്ട്. അതേവിടെ ഈമാനിനെ പ്രയോഗിച്ചത് തഫാസീലി ശർഈ, ശർഇന്റെ വിശദീകരണങ്ങൾ വിശദമായി അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ഓരോ സമയത്തും അറിയിച്ചു കൊടുത്തു. നേരത്തെ തന്നെ, വളർന്നത് മുതൽക്ക് തന്നെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങിയത്. അതിനെതിരായി ഒന്നും ഇല്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ഓ നബിയേ, ആ ഖുർആനിനെ നാം തങ്ങൾക്കൊരു നൂറാക്കി തന്നു. ആ നൂറ് കൊണ്ട് നാം ഉദ്ദേശിച്ചവരെ നമ്മുടെ മാർഗത്തിലേക്ക് ചേർക്കും. അതിനൊരു വലിയ കാരണമാണ് തങ്ങൾ. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങൾ ചേർക്കുന്നത്, തങ്ങൾ നയിക്കുന്നത് ശരിയായ പാന്താവിലേക്കാണ്. അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്നറിയോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാർഗം മുസ്തഖീമായ മാർഗമാണ്, അല്ലേ? ഒരു വക്രതയും ഒരു വളവുമില്ലാത്ത ശരിയായ മാർഗം, യാതൊരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത, ആർക്കും ചോദ്യം ചോദിച്ച് തിരുത്താൻ കഴിയാത്ത യഥാർത്ഥ മാർഗം, യഥാർത്ഥ ഹുക്മ, അതിലേക്കാണ് തങ്ങൾ ജനങ്ങളെ ചേർക്കുന്നത്, തങ്ങൾ വഴി കാണിച്ചു കൊടുക്കുന്നത്. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്നാൽ അവിടെ തങ്ങൾ കൊണ്ടുവന്ന ആ മാർഗത്തിൽ, ആ ശരീഅത്തിൽ ഏറ്റവും അഅ്ലാ മഖാമിൽ അഅ്ലാ റുത്ബയിലെത്തിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അഅ്ലാ മഖാമിലെത്തിയിട്ടും ഒരു ഹുക്മിൽ നിന്ന് പോലും തങ്ങൾക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ച നൽകി ഇനി എനിക്ക് ആ ഹുക്മ് ബാധകമല്ല എന്നൊരു തരത്തിലൊരു സ്ഥാനവും നൽകിയിട്ടില്ല. ഇവിടെയാണ് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, തങ്ങൾ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിൽ മഖാം അങ്ങോട്ട് ഉയരുമ്പോഴേക്ക് ഇനി കുറെ വാജിബാത്ത് വേണ്ട, കുറെ സുന്നത്ത് വേണ്ട, കുറെ ഹറാമുകൾ ഹലാലായി എന്നൊരവസ്ഥയല്ല. അങ്ങനെ പറയുന്നത് ബുദ്ധിശൂന്യമാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ, അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആര് കാണിച്ചു കൊടുക്കും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. നിങ്ങൾ കണ്ടില്ലേ ചില വ്യാജന്മാർ, ഞാൻ അവരത്തരം മാത്രം പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതാണ് ഫിറ്റാകുന്ന പേര്. ചില വ്യാജന്മാർ പറയും, ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അത് നേർക്ക് നേരെ അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. നല്ല അടി കൊടുത്താലും ഒരു നിസ്കാരമൊക്കെ ഭക്തിന് നിസ്കരിക്കും. ആൾക്കാർ ഇങ്ങനെ താങ്ങി നിന്നിട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെല്ലാവരും ഇപ്പോൾ മുഷാഹദയിലാണ്. എന്താണ് ഈ മുഷാഹദ? മുഷാഹദ എന്താണ് എന്ന് ഇമാം സുഹ്റവർദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഷാഹദ എന്താ? മുഷാഹദ എന്ന് അവരീ പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കുന്ന രംഗല്ല. മുഷാഹദ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒക്കെ ദിക്റുല്ലാഹി, അള്ളാഹുവിന്റെ ഓർമ്മയും സ്മരണയും വിടാത്തൊരവസ്ഥ. അങ്ങനത്തെ ആൾ നിസ്കരിക്കല്ലേ ഉള്ളൂ. അതാണ് ശരിക്ക് മുഷാഹദ എന്ന് പറഞ്ഞാൽ. അതാണ് ഖാലൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ വൽ അഹ്സനുൽ അഖ്സൽ മുഷാഹദത്തുൽ ഉലാ. മഹാനവർകൾ പറഞ്ഞു, ഏറ്റവും പരമമായ ലക്ഷ്യം മുഷാഹദയാണ്.
എന്താണ് ആ മുഷാഹദ? ഏത് ഹാലത്തിലും ഏത് സന്ദർഭത്തിലും അല്ലാഹ് അല്ലാഹ്, അവന്റെ ഒരു ചിന്തയും അള്ളാഹുവിന്റെ ഓർമ്മയും അള്ളാഹുവിന്റെ കൽപ്പനകളും ശിരസാവഹിച്ച് ജീവിക്കലാണ്. അപ്പൊ സിറാത്തും മുസ്തഖീമിലേക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നടത്തുന്നത്. ആ സിറാത്തും മുസ്തഖീമിൽ ഇങ്ങനെ ഹുക്കുമുകൾക്ക് ഭേദഗതി വരുന്നൊരു സ്ഥാനം ഇല്ല. നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ടാണ് ഉയർന്ന സ്ഥാനത്തെത്തിയ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പിശാച് പറ്റിക്കാൻ വന്നിട്ട് പാത്രം പിശാചിന്റെ തളിക മുഴുവനും തട്ടിത്തെറിപ്പിച്ചപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, കടുത്ത ദാഹത്തിലും വിശപ്പിലും നിൽക്കുന്ന നിങ്ങൾക്ക് അത് ശൈത്താനിന്റെ ഭാഗത്തു നിന്നാണ് എങ്ങനെ ഓർമ്മ കിട്ടി? അപ്പൊ മഹാനവർകൾ പറയുന്നത്, ആദ്യം തന്നെ എന്നോട് പറഞ്ഞൊരു വാചകമില്ലേ, അവിടെയാണ് ഞാൻ പിടിച്ചു തൂങ്ങിയത്. ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു എന്നൊരു ഭാഷയില്ലേ? ഹറാമും ഹലാലും തരംതിരിക്കേണ്ടത്, അതിന്റെ മാറ്റം വരേണ്ടത് എനിക്കല്ല, എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. തങ്ങൾക്ക് മാറ്റം വരാത്തൊരു വിഷയത്തിൽ എനിക്ക് മാറ്റം വരെ. അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്നെ പറ്റിക്കാനാണ്. നിങ്ങൾ നോക്ക്, ആ മാർഗത്തിലും ആ ശൈലിയിലുമാണ് അവർ ജീവിച്ചു വളർന്നു വന്നത്. ആര്? ഒന്ന് നോക്കിയാൽ ആ നോട്ടം കറാമത്ത് തന്നെ. ഒന്ന് ചിന്തിച്ചാലും ഒന്ന് സൂചിപ്പിച്ചാലും ഒന്ന് പറഞ്ഞാലും അതിലൊക്കെ അള്ളാഹു കാണിച്ചു വരുന്നത് ബഹുമാനങ്ങളാണ്, അത്ഭുതങ്ങളാണ്, അസാധാരണത്വങ്ങളാണ്. അവര് പോലും വിധിക്ക് കീഴ്പ്പെട്ടാണ് ജീവിച്ചത്. ഏതാണ് സിറാത്തും മുസ്തഖീം എന്നറിയോ? സിറാത്തില്ലാഹി, അതാണ് അല്ലാഹുവിന്റെ മാർഗം. അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശവും ഭൂമിയിലുള്ള സർവ്വതും അവന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അതിൽ അവകാശമില്ല. സൃഷ്ടികർമ്മം എന്ന് നോക്കുമ്പോ അള്ളാഹുവിൻ്റെത് മാത്രമാണ്, അധികാരം നോക്കുമ്പോഴും അള്ളാഹുവിൻ്റെത് മാത്രമാണ്, ക്രിയ വിക്രയം നോക്കുമ്പോഴും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. ഏത് നിലക്കാണ് അവകാശം പറയുന്നതെങ്കിലും മുഴുവനും അള്ളാഹുവിനാണ്. അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ, അറിയണേ അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ മടങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും ആകാശഭൂമികളിലുള്ള ഓരോ ദിവസത്തെ കാര്യവും തീരുമാനവും മുഴുവനും മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അപ്പോൾ സിറാത്തും മുസ്തഖീമിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതിലൊരു സന്തോഷമുണ്ട്, അവർക്ക് മടങ്ങാനുള്ളതും അള്ളാഹുവിലേക്കാണ്. അതേ വഴിതെറ്റിപ്പോയ ആളുകൾക്കൊരു താക്കീതുമുണ്ട്, അവർക്കും പോകാനുള്ളത് അള്ളാഹുവിലേക്കാണ്. അവരോട് അള്ളാഹുവിന്റെ പെരുമാറ്റവും സിറാത്തും മുസ്തഖീമിലായി നിന്നവരോട് അള്ളാഹുവിന്റെ പെരുമാറ്റവും രണ്ടും രണ്ട് വിധത്തിലാണ്, രണ്ടും ഒരുപോലെയല്ല. യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.